പാല MLA ശ്രീ മാണി സി കാപ്പൻ സാർ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈസ്റ്റ് കേരള മഹായിടവക മുൻ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനപ്പെട്ട റൈവറൻ ഡോക്ടർ KT ഡാനിയൽ തിരുമേനി, നമ്മുടെ ആത്മീയ പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുമേനിയോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ ഏലിയാമ്മ കൊച്ചമ്മയും എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുമേനിയും കൊച്ചമ്മയും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ MDCMS ഹൈസ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. MDCMS ഹൈസ്കൂളിന്റെ ചരിത്രരേഖയായി കുറിക്കപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് നമുക്ക് സന്തോഷം പകരുമ്പോൾ ഇവിടെയുള്ള മണത്തരികൾ, ഒരു കാലത്ത് നമ്മുടെ പാദസ്പർശമേറ്റ മണത്തരികൾ നമ്മുടെ ഈ വരവേഗിൽ സന്തോഷത്തോടു കൂടി ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ, ഗുരുനാഥന്മാരെ ഒരു വട്ടം കൂടി കാണുമ്പോൾ ഒരു വട്ടം കൂടി ഓർമ്മകൾ പെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന കവി വാക്കുകൾ പുതിയ മാനങ്ങളിലേക്ക് മാറുകയാണ്. അക്ഷരങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഓർമ്മ ചെക്കുകൾ തുറക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഇതിനപ്പുറം MDCMS ഹൈസ്കൂളിലെ തിരുമുറ്റം at 75 ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി മുന്നോടിയായിട്ടുള്ള ശിലാഫലകത്തിന്റെ സമർപ്പണവും തുടർന്ന് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനവും ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഈ ജൂബിലി ആഘോഷത്തിൽ അണിനിരക്കുന്ന സ്നേഹാദരരായ ഗുരുനാഥന്മാർക്കും സ്വാഗതം ചെയ്യാം. തലമുറയുടെ മഹാസംഘം ബഹുമാനായ MLA-യുടെ മകനെ സാന്നിധ്യത്തിൽ, അഭിനന്ദ സഭാപിതാക്കന്മാരുടെ മകനെ സാന്നിധ്യത്തിൽ, ജനപ്രതിനിധികളുടെ, പൂർവ്വ അധ്യാപകരുടെ, പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹ സാന്നിധ്യത്തിൽ കലാലയത്തിന്റെ തിരുമാമ്പറമറ്റം MDCMS ഹൈസ്കൂളിന്റെ മഹത്തായ പ്ലാറ്റിനം ജൂബിലി ആഘോഷം തിരുമുറ്റം at 75 താഴ്മേളത്തിന്റെ അകമ്പടിയോടുകൂടി സ്നേഹനിധികളായ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും സ്നേഹ സാന്നിധ്യത്തോടുകൂടി ഈ നാട്ടിലെ നല്ലവരായ കുട്ടികളോട് സ്നേഹ സംഗമത്തോടുകൂടി തുറന്നു കുറിക്കുകയാണ്. ഏവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജഗദീശന്റെ കൃപാകടാക്ഷത്തോടുകൂടി പ്രാർത്ഥനാ ഗാനത്തോടുകൂടി തിരുമുറ്റം at 75 ഇരുമാപ്പുറമറ്റം MDCMS ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കരുണയും സാഗരമായ ജഗദീശന്റെ പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് 75 വർഷങ്ങൾ പിന്നിട്ടതിന്റെ കൃതജ്ഞത അർപ്പണവുമായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കാലം സാക്ഷി നിർത്തി നമ്മെ വിട്ട് കടന്നുപോയ പൂർവ്വപിതാക്കന്മാരുടെ, പൂർവ്വ ഗുരുക്കന്മാരുടെ ധന്യസ്മരണകൾ അലയടിക്കുമ്പോൾ ജഗദീശന്റെ കൃപാകടാക്ഷത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
CSI ഈസ്റ്റ്കര മഹാനവക അധ്യക്ഷൻ അഭിമന്യ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് ത്രിവേണി, നമ്മുടെ മുൻ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ഡാനിയൽ ത്രിവേണി, ഇന്നത്തെ നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയനായിട്ടുള്ള MLA ശ്രീ മാണി സി കാപ്പൻ അവർ, വേദിയിലായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, അഭിമന്യ VS ഫ്രാൻസിസ് ത്രിവേണി അനുവാദത്തോടുകൂടെ നമ്മുടെ MLAക്ക് ഉടൻ തന്നെ പോകേണ്ടത് കൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗം ആദ്യം 2 ഭാഗങ്ങൾ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. MLAയുടെ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായി. ഉടൻ തന്നെ അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം കടന്നു വന്നത്. അതുകൊണ്ട് അഭിമന്യ ത്രിവേണിയുടെ അനുവാദത്തോടു കൂടി MLA മാത്രം സ്വാഗതം ചെയ്തുകൊണ്ട് MLAയുടെ ഉദ്ഘാടനത്തിന് ശേഷം ബാക്കിയുള്ളവരെ സ്വാഗതം ചെയ്ത കാര്യം വിനീതമായി അവരെ അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ശ്രീ മാണി സി കാപ്പൻ MLA നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ആർക്കും ഒരു മുഖവരെയും ആവശ്യമില്ല. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും പുഞ്ചിരിച്ച ഭാവത്തോടെ, ചെറിയ ആളെന്നോ വലിയ ആളെന്നോ വ്യത്യാസമില്ലാതെ ഏവരോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ MLA ശ്രീ മാണി സി കാപ്പൻ അവർ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോകുവാനുള്ള ഭാഗ്യവും എനിക്കും ഒരു തിരിച്ചറിയുകയുണ്ടായി. അന്ത്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആതിഥ്യ സൽക്കാരം ഇപ്പോഴും ഓർമ്മിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു വിഭാഗ്യതയുമില്ലാതെ ഏവരെയും ആദരിക്കുന്ന, ഏവരെയും ബഹുമാനിക്കുന്ന വളരെ വളരെ ബഹുമാനപ്പെട്ട ആദരണീയനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ മാണി സി കാപ്പൻ അവർ. ഒരുപക്ഷെ നാം ചിന്തിക്കണം, സ്വന്തം കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണമറിയുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഓടി എത്തുന്നത് പറയുന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. നമ്മെ സ്നേഹിക്കുന്നത് മാത്രമാണ് അദ്ദേഹം അത്രയും ത്യാഗം സഹിച്ച് നമ്മുടെ മതത്തിൽ കണ്ടുപോകുന്നത്. ഒരിക്കലും നമ്മുടെ സ്കൂളും മഹാനവകയും ഈ മേലുകാവും മറക്കുകയില്ല. ഇതാണ് ശ്രീ മാണി സി കാപ്പൻ. മനുഷ്യരുടെ ആവശ്യങ്ങളെ അടുത്തറിഞ്ഞ് ഏത് നഷ്ടവും സഹിച്ച് ബന്ധുക്കൾ യാത്ര ചെയ്ത് എവിടെയും ലഭിച്ചു പോകാനുള്ള ആ വലിയ മനസ്സും വലിയ ആർജവത്വവും ആ നേതൃത്വപാഠവുമാണ് ഇന്നും നമ്മുടെ MLA എല്ലാവർക്കും ആദരണീയനാക്കി, എല്ലാവർക്കും പ്രിയങ്കനാക്കി മാറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ദൈവത്തമ്പുരാൻ MLA അനുഗ്രഹിച്ച് അനേക നന്മയായി, അനേക വർഷക്കാലം നാടിന് നന്മയായി, അനുഗ്രഹമായി തീർച്ചയായും പ്രവർത്തിപ്പാനായി റെഡിയാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ആശംസയും. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും നമ്മുടെ സ്കൂളിലും ഹാളിലും വന്ന് നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് MLA നമ്മളിൽ ഒരുവനായി മാറിക്കഴിഞ്ഞു. അഭിമന്യ VS ഫ്രാൻസിസ് ത്രിവേണിയുടെ ഏത് ക്ഷണിക്കുമ്പോൾ ഏത് പ്രോഗ്രാം വന്നേലും അതെല്ലാം മാറ്റിവെച്ച് മഹാനവയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായി, ഒരു പടി കൂടെ ഞാൻ കടത്തി പറഞ്ഞാൽ മഹാനവയുടെ ഒരു അംഗമായി പോലും ഇത് പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറായി ഏത് കാര്യങ്ങളിലും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന വന്യ ഒരു നേതാവാണ്, വന്യ ലീഡറാണ് ശ്രീ മാണി സി കാപ്പൻ MLA. ഇന്നത്തെ ലഭിച്ചത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. MDCBS ഹൈസ്കൂള് 75 വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ സമാപന സമ്മേളനം ഇന്നിവിടെ നടക്കുമ്പോൾ അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മാണി സി കാപ്പൻ MLA. വലിയ കരഘോഷത്തോടുകൂടെ നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ ഈ സ്വാഗതം ചെയ്യാം. അത്രത്തോളം എല്ലാവരും കൈയടിച്ചാട്ടെ. അത്രത്തോളം ശക്തമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന MLA ആണ്. ഈ സ്കൂളിന്റെ നല്ല ഒരു ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. എവിടെ പോയാലും ഈ സ്കൂളിനെ പറ്റി പറയുവാൻ, സ്കൂളിന്റെ ചെറിയ ഒരു പ്രോഗ്രാം വിളിച്ചാൽ പോലും ഓടി വന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് MLA കാണിക്കുന്ന വിശാല മനസ്ഥിതി ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് MLA നമ്മുടെ ഉള്ളത് ഏറ്റവും അനുഗ്രഹമാണ്. MLA അറിയാവുന്നതുപോലെ, നമുക്കറിയാവുന്നതുപോലെ MDCBS ഹൈസ്കൂള് ദൈവത്തിന്റെ വലിയ ഒരു അത്ഭുതമാണ്. കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ജനത്തോടുള്ള ദൈവത്തിന്റെ ഒരു പ്രത്യുത്തരമാണ്, മറുപടിയാണ് ഈ സ്കൂള്. 75 വർഷക്കാലം പിന്നിടുമ്പോൾ എത്രയോ തലമുറകൾ ഇത് നന്മ അനുഭവിച്ചു. എത്രയോ ആളുകൾ രാഷ്ട്രീയ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സ്വകാര്യ സർക്കാർ മേഖലയിൽ ഉന്നതമായ
നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. എത്രയോ വിടുപിടിക്കുന്ന കർഷകരെ ഒരു വളർത്തി വലുതാക്കിയിട്ടുണ്ടോ വളർത്തിയിട്ടുണ്ട്. എത്രയോ നല്ല സ്പോർട്സ് ഗെയിംസുള്ള ആളുകൾ പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ സ്ഥാപനത്തിന്റെ നന്മയായിട്ട് കണക്കാക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഇന്ന് ഈ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം ഇവിടെ സമാജ സമ്മേളനം ഇവിടെ കൊണ്ടാടുമ്പോൾ ഈ സമ്മേളനം പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഏതൊരു പ്ലാറ്റിനം ജൂബിലി ആഘോഷവും കേവലം കൊണ്ടും കിളവിയും മാത്രമല്ല, വെടിയും പുകയും മാത്രമല്ല, നേരെ മറിച്ച് നാട്ടിലും നാട്ടുകാർക്ക് പ്രയോജനമുള്ള, വരും തലമുറയ്ക്ക് പ്രയോജനമുള്ള വികസന പ്രവർത്തനമായിരിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള ന്യൂ റോൾ മോഡൽ, ഒരു പുതിയ മാതൃകയാണ് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം. ഈ സ്കൂള് നാടിനെ സമ്മാനിക്കുന്നത് പിടിച്ചത് നമ്മളെ പ്രിയനായിട്ടുള്ള അമർശ്ശേരി ബേബി സാറും ഓണേഴ്സ് അസോസിയേഷനും അഭിനന്ദിയ തിരുമേനിയുടെ മഹാന ഓഫീസേഴ്സും സഭയുമാണ്. തീർച്ചയായിട്ടും ഇന്ന് സ്കൂൾ കാണുന്ന ഒരു വർഷം മുമ്പ് ഈ സ്കൂളിന്റെ മറ്റു ഭാവമാണോ എന്നുള്ളത് ആകെ മാറ്റം വന്നു കഴിഞ്ഞു. സ്കൂള് അതിന്റെ എല്ലാ നിലകളിലും വികസനം പ്രാപിച്ചു കഴിഞ്ഞു. എല്ലാ നിലകളിലും അത് പ്രൗഢി വന്നു കഴിഞ്ഞു. അതിന് പിന്നിൽ അണിനിരുന്ന നിരവധി ആളുകളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മുടെ ഒപ്പമുള്ളത് ഏറ്റവും അനുഗ്രഹമാണ്. നാം അറിയുന്നത് പോലെ ഞങ്ങൾ ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA, ഞങ്ങളുടെ സ്കൂള് ഒരു പാവപ്പെട്ട സ്കൂളാണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ കാലാകാലങ്ങളിൽ പലരുടെയും മനസ്സിനാല് വികസനം പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ആവശ്യം ഇവിടെ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്, 2 പോസ്റ്റ് അവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ MLA, ഞങ്ങൾക്കറിയാം അങ്ങ് മനസ്സ് വെച്ചാൽ അങ്ങേക്ക് അത്രയും ബന്ധമുണ്ട്, അങ്ങേക്ക് അത്രയും നിശ്ചയദാർഢ്യമുണ്ട്, തീരുമാനമുണ്ട്. അങ്ങ് മനസ്സ് വെച്ചാൽ 2024 പൂർത്തിയാകുന്ന മുമ്പ് ഈ MDC ബസിന്റെ മുറ്റത്ത് മനോഹരമായിട്ടുള്ള ഒരു നല്ല ബാസ്കറ്റ്ബോൾ കോർട്ട് അങ്ങയുടെ കൈകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ വലിയ അഭ്യർത്ഥന അഭിനന്ദിയ പേരിലും ഇവിടെ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് ഒരു തീരുമാനം പറഞ്ഞ് ഒരു പോകാമെന്ന് വിടിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹമാണ്, ഈ സ്കൂളിന്റെ ആവശ്യമാണ്. അങ്ങ് അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കും എന്നുള്ള വലിയ ചിന്തയോടുകൂടെ. മാത്രമല്ല, ഈ നാടെന്ന് പറയുന്നത് നിരവധി ആളുകൾ തെങ്ങിപ്പാർക്കുന്ന നാടാണ്. മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട്, പല ആളുകളുടെയും ഒരു വിശ്രമസ്ഥലമായിട്ട് പലരുടെയും അവരുടെ ആക്സിഡന്റ് സ്പോർട്സിനുള്ള ഒരു ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് ഞങ്ങൾക്ക് ആവശ്യമാണ്, ഒരു ഹൈമാക്സ് ലൈറ്റ്. അങ്ങ് വിചാരിച്ചാൽ ഈ 2 കാര്യങ്ങളും ഈ വർഷം തന്നെ സ്കൂൾ നൽകാൻ സാധിക്കും. കാരണം മനുഷ്യന്റെ ആവശ്യം മനസ്സിലാക്കി അത് ജനുവിനാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ അതിനോട് വ്യക്തമായി പ്രതികരിക്കുന്ന MLA ആണ് ഞങ്ങൾ. MLA എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഈ 2 ആവശ്യങ്ങളും അവർക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ MDC സ്കൂളിന്റെ ഈ പ്ലാറ്റിനം ജൂബിലി സമാജ സമ്മേളനത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. MLA തിരുവനന്തപുരം ഇനി അതിശക്തമായിട്ട് അനുഗ്രഹീത പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. മലയാള ചലച്ചിത്ര ലോകത്ത് താരപ്രഭയെ തിളങ്ങി നിന്ന് കായിക ലോകത്ത് വോളിബോൾ താരമായി കളിക്കളത്തിൽ അത്യുഗ്രൻ സ്മാർട്ട് പ്രകടനം കാഴ്ചവെച്ച് കാണികളുടെ ആരവപ്പെഴുമയുടെ നടുവിൽ താരപരിവേഷം ചേർത്ത് വിജയം സുനിശ്ചിതമാകുന്നതുവരെ ക്ഷമയോട് സ്ഥിരോത്സവത്തോടെയും കാത്തുനിന്ന പാലായെ കാപ്പാൻ പാലായുടെ നമ്മുടെ മാനസി കാപ്പൻ എന്ന നേതാവിന്റെ താരോദയം. താരപ്രഭയിലും നാട്യങ്ങളില്ലാത്ത നാട്ടുകാരനായും സമയകൃത്യതയ്ക്ക് കൃത്യത നൽകി കാച്ചിക്കുറുക്കിയ ഷോർട്ട് ആൻഡ് സ്വീറ്റ് പ്രഭാഷണങ്ങളിലൂടെ ആസ്വാദക ഹൃദയം കവർന്ന് വാക്കെന്നാൽ അത് പാലിക്കാനുള്ളതാണെന്ന് തന്റെ നിയോജക മണ്ഡലത്തിൽ തെളിയിച്ച് തേരോട്ടം നടത്തുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പാലാ MLA ശ്രീ മാനസി കാപ്പൻ സാറിന്റെ ഉദ്ഘാടന വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആരാധനായ ഫ്രാൻസിസ് തിരുമേനി, ഏറെ ബഹുമാന്യനായ ഡാനിയൽ തിരുമേനി, റവറൻഡ് മാക്സിം ജോൺ അച്ഛ, പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് മാത്യു കാരമ്പലി അച്ഛ, പ്രിയപ്പെട്ട ബേബി സാറെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ, ഞാൻ 2 പിതാക്കന്മാരിരിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്ത് സംസാരിച്ചതല്ല. എൻ്റെ ഫസ്റ്റ് കസിൻ മരിച്ചുപോയി. 3 മണിക്ക് വീട്ടിൽ നിന്ന് ജോലി എടുക്കും. 3:15 പള്ളിയിൽ ചെല്ലണം എന്നുള്ളത് ഒരു അഭ്യർത്ഥന വെച്ചതുകൊണ്ടാണ് പിതാക്കന്മാരെ ആദ്യം സംസാരിക്കാൻ അനുവാദം തന്നത്.
ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷ തന്നെ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ബാസ്കറ്റ്ബോളിൻ്റെ കാര്യം പറഞ്ഞു. ബാസ്കറ്റ്ബോളിൽ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാനാവില്ല. കാരണം എയ്ഡഡ് സ്കൂളുകൾക്ക് അങ്ങനെ അനുവദിക്കാൻ നിയമമില്ല, സർക്കാർ അനുവദിക്കുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് നാളെ തിരുമേനിയുടെ 1,00,000 രൂപ ഏൽപ്പിച്ചിട്ടാണ്. എൻ്റെ പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുട്ടിയെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. നല്ല ശബ്ദം, നല്ല പാട്ട്, നന്നായിരിക്കും. അതുപോലെ ലോമാസ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ലോമാസ് ലൈറ്റ് MLAയുടെ ഈ വർഷത്തെ ഫണ്ടിൽ തീർച്ചയായും കൊടുത്തിരിക്കും. അതിനെക്കുറിച്ച് സൂക്ഷിക്കണം. ഈ സ്കൂളിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. തിരക്കൊണ്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഈ 75ാം പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. All our dignitaries on stage to share the privilege of lighting the lamp. മഹായിടവക അധ്യക്ഷൻ ലൈബ്രറി ഫ്രാൻസിസ് തിരുമേനി ഇപ്പോൾ തിരുവനന്തപുരയാണ്. നമ്മുടെ ആത്മീയ പിതാവും സ്മരണകളിൽ തിളങ്ങി നിൽക്കുന്ന പങ്കലികളിൽ ആരാധന ചെയ്യപ്പെടുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭദ്രദീപം തെളിയിക്കപ്പെടുകയും അഭ്യന്തരായ സഭാപിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രിയങ്കരായ ജനനേതാക്കന്മാരുടെ സ്നേഹാശീർവാദങ്ങളോടുകൂടി ഭദ്രദീപത്തിന് ഒരു മനസ്സോടെ ഒരു കൈയോടെ തിളക്കം കുറിക്കുകയാണ് പ്രിയപ്പെട്ട ജസിമാഡം. കോർപ്പറേറ്റ് മാനേജർ മാഡത്തെ സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഹെഡ്ക്വാർട്ടറിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് MDCMS ചാലക്കുടി സ്കൂള്. വളരെ വലിയ തലയെടുപ്പോടെ വളരെ പ്രൗഢിയോടുകൂടെ ഈ സ്കൂള് നിലകൊള്ളുമ്പോൾ അത് നമ്മുടെ മഹാനവയ്ക്കും ഏറ്റവും അഭിമാനമാണ്, നാടിനും അഭിമാനമാണ്. തീർച്ചയായിട്ടും തിരുമേനിയുടെ എല്ലാ നേതൃത്വവും ഈ സ്കൂളിനെ വളർത്തി വലുതാക്കുവാനായിട്ട് അവിടെയായി എന്ന് ദൈവനാമത്തിൽ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എപ്പോഴും സ്കൂളിനെ പറ്റി ഓർമ്മിക്കുകയും സ്കൂളിനെ പറ്റി ചോദിക്കുകയും സ്കൂളിൻ്റെ ഏത് ആവശ്യം പറഞ്ഞാലും ഒരിക്കലും അതിനോട് നോ പറയാതെ അതിനോട് വളരെ പോസിറ്റീവായിട്ട് അതിനോട് സംസാരിച്ചുകൊണ്ട് സ്കൂളിനെ എത്രത്തോളം വളർത്തി വലുതാക്കിയ നമ്മുടെ അഭിമുഖ്യ തിരുവേണി ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നതിൽ നമുക്ക് അഭിമാനകരമാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ബന്ധങ്ങളും തിരുവേദിയുടെ എല്ലാ കാഴ്ചപ്പാടുകളും ഇനിയുള്ള നാളുകളിലും ഈ സ്കൂളിനെ വളർത്തി വലുതാകും എന്നത് യാതൊരു സംശയമില്ല. കെട്ടിട മാറ്റങ്ങളിലുള്ള ഈ സാധനങ്ങളുടെ സ്കൂള് സമീപ ഭാവിയിൽ മറ്റൊരു വലിയ വികസനത്തിലേക്ക് കുതിച്ചുപായും എന്നതിന് യാതൊരു സംശയമില്ല. അത് തിരുവേദിയുടെ കൈമുദ്ര ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടെ തീർച്ചയായിട്ടും അഭിനന്ദനത്തിൽ നൽകുന്ന എല്ലാ നേതൃത്വങ്ങളെയും സുമനസാൽ ഓർക്കുകയും അഭിപ്രായിച്ചുകൊണ്ട് അഭിപ്രായ ഈ മീറ്റിംഗിലേക്ക് വളരെ ഊഷ്മളമായി ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കൊച്ചമ്മയും നമ്മുടെ മധ്യത്തിലുണ്ട്. രാവിലെ മുതൽ നമ്മോടൊപ്പം കൂടെയുള്ള കൊച്ചമ്മയും വളരെ സ്നേഹത്തോടുകൂടെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നത് ഡാനിയൽ തിരുമേനിയാണ്. മഹാനവയുടെ മുൻ അധ്യക്ഷനായി വളരെ സുദീർഘമായിട്ട് സേവനിച്ചു. ഡോക്ടർ നമ്മുടെ മധ്യത്തിലുണ്ട്. തിരുമേനിയുടെ കാലഘട്ടങ്ങളിൽ തിരുമേനി ഈ സ്കൂളിനെ ഓർമ്മിക്കുകയും സ്കൂളിന്റെ എല്ലാ വികസന പ്രവർത്തനം നിലനിർത്തുകയും ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. തിരുമേനി ഈ സ്കൂളിന്റെ ഒരു പൂർണ്ണ വിദ്യാർത്ഥിയാണ് എന്നതിൽ ഈ സ്കൂൾ എപ്പോഴും അഭിമാനപ്പെടും. തീർച്ചയായിട്ടും തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് ഏവർക്കും ആവേശമാണ്. തിരുമേനിയോടുള്ള ലഭിക്കുന്ന നേതൃത്വവും എല്ലാ കൈത്താങ്ങലും ഈ സ്കൂളിനെ പുതിയ മുന്നേറ്റത്തിലേക്ക് ആനയിക്കുന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ അഭിനന്ദിയ KG ഡാനിയൽ തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബെറ്റി കൊച്ചമ്മയെയും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് നമ്മുടെ ഒരു അംഗമാണ്, നമ്മുടെ പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും പ്രസിഡന്റായിട്ട് ഏറ്റെടുത്തിട്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ആയുള്ളൂ. എന്നാൽ ആ ഒരു ലാളിത്യവും ആ എളിമയും ഒന്നും കൈമോശം വരാതെ ഏവരോടും സംസാരിച്ചുകൊണ്ട്, ഏവരോടും ചിരിച്ചുകൊണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ട്, ഏവരെയും കക്ഷത്തിന്റെ കക്ഷികളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത് നല്ല ഒരു നേതാവായി, സ്കൂളിന് അഭിമാനമായി, നമുക്ക് അഭിമാനമായി ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിന് ഈ വർഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷീ ടോയ്ലറ്റ് ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മറിയാമ്മ ഫെർണാണ്ടസിന്റെയും നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശ്രീ ജോ ജോസിന്റെയും ഭഗീരമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അത് ലഭിക്കുവാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് അവർ ഇന്ന് പ്രഭാതം മുതൽ നമ്മോടൊപ്പമുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബ്ലോക്ക് മെമ്പർ സാറിനെ ഈ മീറ്റിംഗിലേക്ക് ആദ്യമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വേലിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു സോമൻ സാറ് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട് സാറ് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനവും നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ എല്ലാ പ്രവർത്തനവും കൂടെ നിന്ന് ഇന്ന് നമ്മൾ പാലിക്കുന്ന ശ്രീ അനില പാണ്ടിക്കാട് സാറിനെ ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ ഊഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ വേലിക്കാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഡെൻസി ബിജു ഈ സ്കൂളിന്റെ ഏറ്റവും മികച്ച അഭിനയകാംക്ഷിയ, ഈ സ്കൂളിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു പരിപാടി പോലും സ്കിപ്പ് ചെയ്യാതെ, ഒഴിവ് പറയാതെ എല്ലാത്തിലും പങ്കെടുത്ത് സുസ്ഥിരമതിയായി നമ്മോട് കൂടെ നടന്ന്, നമ്മോട് കൂടെ പ്രവർത്തിച്ച് നമ്മളിൽ ഒരുവളായി തീർന്നുകൊണ്ട് ഈ സ്കൂൾ നിർമ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് ശ്രീമതി ഡെൻസി ബിജു. തീർച്ചയായിട്ടും അതെല്ലാം നന്ദി കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക്, ഈ സമാജ സമ്മേളനത്തിലേക്ക് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീമതി ഡെൻസി ബിജു അവരുടെ സ്നേഹത്തോടെ ഊഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. നമ്മുടെ മഹാനഗരിയുടെ പ്രവർത്തിക്കുന്ന അൽമായസത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ വർഗീസ് ജോർജ് സാറ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ സ്കൂളിന്റെ നല്ല ഒരു അഭിനയകാംക്ഷിയാണ്. മഹാനഗരിയുടെ ലേസകത്തിൽ മാത്രമല്ല ഹോസ്റ്റലുകളിലെ ലൈസൻസ് ഓഫീസറായിട്ടും സാറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തക്കത്തോടുകൂടെ മഹാനഗരിയുടെ ഏത് കാര്യങ്ങൾക്കും, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും, ഹോസ്റ്റൽ പ്രവർത്തനങ്ങൾക്കും വളരെ നിർണായകമായിട്ടുള്ള നേതൃത്വം വഹിക്കുന്ന പ്രിയങ്കനായിട്ടുള്ള ശ്രീ വർഗീസ് ജോർജ് പി സാറിനെ ഈ മീറ്റിംഗിലേക്ക് ഊഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ മഹാനഗരിയുടെ CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ശ്രീമതി ജെസ്സി ജോസഫ് മാഡം, കോർപ്പറേറ്റ് മാനേജറാണ് പ്രിയപ്പെട്ട ജെസ്സി മാഡം. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിനെ ധന്യമാക്കുവാനായിട്ട്, അനുഗ്രഹിക്കുവാനായിട്ട് കോർപ്പറേറ്റ് മാനേജർ നമ്മോടൊപ്പമുണ്ട് ശ്രീമതി ജെസ്സി ജോസഫ് മാഡത്തെ സ്നേഹപുരസ്സരം ഈ മീറ്റിംഗിലേക്ക് ഊഷ്മളമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വേലിക്കാമറ്റം സെന്റ് തോമസ് ചർച്ചിന്റെ വികാരി ഗവർണർ നമുക്കൊക്കെ മാതൃകയുള്ള, നമ്മോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, ഏതൊരു വ്യക്തിയോടും ഇടപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ഡോക്ടർ ജോർജ് കാർമേൽ അച്ഛൻ. അച്ഛൻ വന്നതിന് ശേഷം വേലിയാവിൽ ഒരു പുതിയ ഉണർവാണ്, പുതിയ ഒരു പ്രസിദ്ധിമാണ്. ഈ സ്കൂളിൽ നിരവധി പ്രവർത്തനങ്ങളിൽ അച്ഛൻ വന്ന് പങ്കെടുത്തിരുന്നു. ഇനി മുമ്പുണ്ടായിരുന്ന ജോർജ് അച്ഛൻ ഇതിന്റെ മഴകൾ പ്രവർത്തിക്കുമ്പോഴും അച്ഛനോട് ചേർന്ന് പ്രിയപ്പെട്ട അച്ഛൻ നിരവധി പരിപാടികളിൽ ഇവിടെ പങ്കെടുക്കുമായിരുന്നു. അച്ഛന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്, ആവശ്യമാണ്. നമ്മുടെ പ്രിയനായിട്ടുള്ള ഫാദർ ഡോക്ടർ ജോർജ് മാത്യു കാർമേൽ അച്ഛനെ സ്നേഹത്തോടുകൂടെ ഈ മീറ്റിംഗിലേക്ക് ഊഷ്മളമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശേഷം ഒട്ടനവധി മാറ്റങ്ങൾ നമ്മൾ സ്കൂളിൽ ലഭിച്ചുവന്നതും ഏറ്റവും അനുഗ്രഹമാണ്. സാധ്യതയും വളരെ ഹൃദയംഗമമായി, സ്നേഹത്തോട് ഊഷ്മളമായി ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീരാമറ്റം SNDP സ്കൂളിൽ നാടിനും അനുഗ്രഹമാണ്. സാറിനെയും സ്നേഹത്തോടുകൂടെ ഊഷ്മളമായിട്ട് ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ അവിടുന്ന് സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന്, ജോലിയും ഉദ്യോഗമാണെന്ന് ഓടി നടന്ന് നമുക്കിവിടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സാറിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ
ആദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഹെഡ് മിസ്സസ് ലീന ഡാനിയൽ ടീച്ചർ മധ്യത്തിലുണ്ട്, മറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, മറ്റു ആളുകൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ അച്ഛന്മാരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. മുൻ ഹെഡ് മിസ്സസ് പ്രവചനോടായി ടീച്ചർ മധ്യത്തിലുണ്ട്, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ മുൻ ലോക്കൽ മാനേജരായിട്ട് അച്ഛൻ പ്രവർത്തിച്ച എന്റെ സഹോദരൻ ലൗസൻ ജോർജ് അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛന്റെ കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ ജോലി അവന് ആരംഭം കുറിച്ചത്. അച്ഛൻ നമുക്കൊക്കെ വളരെ ആവശ്യമായിരുന്നു. അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛന്റെ ആത്മത്തെ സ്തുതിക്കുന്നു. ഓണക്കൽ സഭയുടെ ഇടപെട്ടുകാരൻ കെടി സാമച്ചൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുപോലെ കീഴാൻ സഭയുടെ ഇടവുകാരി റോയ് മോൻ പി തോമസ് അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഊഷ്മളമായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവസാനമായിട്ട് പറഞ്ഞതല്ല, അപ്രകാരം പറയാനായിട്ട് ഞാൻ പ്രത്യേകമായി മാറ്റിവെച്ചതാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയനായിട്ടുള്ള അമ്പശ്ശേരി ബേബിസ. ഒരു വാക്ക് പറഞ്ഞ് സാറിനെ സ്വാഗതം ചെയ്യട്ടെ. നമ്മളിന്ന് കൊണ്ടാടുന്ന ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷന് ഒരു പുതിയ ഡെഫിനിഷൻ, പുതിയ നിർവചനം അവർ നൽകിയിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിയാണ് നമ്മുടെ പ്രിയനായിട്ടുള്ള ബേബി സാറ്. നാം വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേബി സാറ്. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് കേവലം കൊട്ടും കുരുവയും മാത്രമല്ല, വെടിയും പുകയും മാത്രമല്ല, ഇന്നത്തെ തലമുറയ്ക്കും നാളത്തെ തലമുറയ്ക്കും അനുഭവിക്കാവുന്ന സ്ഥായിയായ വികസന പ്രവർത്തനമാണ് ഏതൊരു ആഘോഷമെന്ന് ശക്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ സ്കൂളിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തന്റെ ശാരീരികമായ മാനസികമായിട്ടുള്ള എല്ലാ ക്ഷണവും മറന്ന് അഹോരാത്രം ഫോൺ വിളിച്ചും അല്ലാതെയും ആളുകളെ ക്രോഡീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഈ സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടി ബോധിച്ച വന്നിനായിട്ടുള്ള ദൈവം തന്ന സമ്മാനമാണ് നമ്മൾ പ്രിയനായിട്ടുള്ള ബേബി സാറ്. തമിഴിലുള്ള വാക്കുകളും വളരെ കുറവാണ്. നന്ദി പറയുന്നു. ദൈവം തമ്പുരാൻ സാർ ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ബേബി സാറിനെയും ഈ സമാപന സമ്മേളനത്തിലേക്ക് ഹർദ്ദവമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കൈ കൊടുത്ത് സാറിന് സ്വാഗതം ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ വന്ന് കണ്ടുവല്ലോ നമ്മുടെ സ്കൂളിന്റെ മട്ടുഭാവം മാറി. അതിന് പ്രൗഢി, അതിന് ബോഡി തലയെടുപ്പോടെ, വളരെ തലയെടുപ്പോടെ, നല്ല നല്ല ചന്തത്തോടെ ദൈവം തമ്പുരാൻ എല്ലാവരെയും ഇന്നും എന്നും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ 75 വർഷം ഈ സ്കൂളിനെ പരിപാലിച്ച ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കട്ടെ. മീനച്ചിൽ താലൂക്കിലെ മലയോര മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ CSI മധ്യകേരള മഹായിടവയുടെ ഭാഗമായിരുന്ന മേലുകാവ് ഡിസ്ട്രിക്ട് സഭാ നേതൃത്വം ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിനുള്ള ആലോചനയുമായി മഹായിടവ നേതൃത്വത്തെ സമീപിച്ചു. മഹായിടവ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഫലമായി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥലം സന്ദർശിക്കുകയും ഇരുമാപ്രമറ്റത്തുള്ള ഇരുമാപ്ര ഇടവക ചേരിയിൽപ്പെട്ട കല്ലേക്കാവ് പുരയിടം സ്കൂൾ നിർമ്മാണത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അഭിപ്രായ വ്യത്യാസങ്ങളും ശരിയായ നേതൃത്വമില്ലായ്മയും മൂലം നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് 1948 സെപ്റ്റംബർ 9 വ്യാഴാഴ്ച CMSന്റെ പ്രതിനിധി റവറൻ LW ബ്രൗൺ BD സ്കൂളിന്റെ ശിലാസ്ഥാപനം നടത്തി. 1949 ജൂൺ 30 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് റവറൻ NG ജേക്കബ് അച്ഛന്റെ പ്രാർത്ഥനയോടുകൂടി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രഥമ അധ്യാപകനായി ശ്രീ CJ തോമസ് ചുമതലയേറ്റു. ഈ കാലയളവിൽ 1974 രജത ജൂബിലിയും 1999 സുവർണ ജൂബിലിയും ആഘോഷിച്ചു. 75 വർഷം പൂർത്തിയാവുമ്പോൾ 8932 വിദ്യാർത്ഥികൾ ഈ കലാലയത്തിൽ വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞു. 1999 മുതൽ 2024 വരെയുള്ള 25 വർഷത്തെ ചരിത്രം. സുവർണ ജൂബിലിക്ക് ശേഷമുള്ള 25 വർഷക്കാലത്തെ സ്കൂളിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കുവാൻ വക നൽകുന്ന അനേകം സംഭവങ്ങളും വ്യക്തികളും നമ്മുടെ സ്മൃതിപഥത്തിൽ എണ്ണിത്തെളിയുന്നു. 1999 മുതൽ 2024 വരെ 1801 വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നടത്തുകയും 60ഓളം സ്റ്റാഫ് അംഗങ്ങൾ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീമതി TS എലിസബത്ത്, ശ്രീമതി VM അന്നമ്മ, ശ്രീ തോമസ് ചെറിയാൻ, ശ്രീ ലോറൻസസ്, ശ്രീ ബർക്കിയലസ്, ശ്രീമതി മിനിമോൾ ഡാനിയൽ എന്നിവർ 25
വർഷ കാലത്തിനിടയിൽ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകരായി സേവനം ചെയ്തിട്ടുണ്ട്. നിലവിൽ HMന്റെ അഭാവത്തിൽ ടീച്ചർ ഇൻചാർജായി ലിന ഡാനിയൽ സേവനം ചെയ്യുന്നു. 2024-25 അക്കാദമിക വർഷത്തിൽ 65 കുട്ടികൾ പഠിക്കുകയും 11 ജീവനക്കാർ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു വരുന്നു. നമ്മുടെ സ്കൂളിലെ ആദ്യ ബാച്ചിൽ പഠിച്ച ശ്രീ PD ജോസഫ് സർ, പനച്ചേക്കാട്ട് മേരിക്കുട്ടി ടീച്ചർ, ആലപ്പാട്ട് ലിസിയാമ്മ ടീച്ചർ എന്നിവർ ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവരോടുള്ള ബഹുമാനങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കഴിഞ്ഞ 25 വർഷ കാലയളവിലെ പ്രധാന നേട്ടങ്ങൾ: തുടർച്ചയായി 15 വർഷം SSLC പരീക്ഷയിൽ 100% വിജയം നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക സജ്ജീകരണത്തോടെയുള്ള IT ലാബ്, കിച്ചൺ കം സ്റ്റോർ, ഷീറ്റ് ടോയ്ലറ്റ് സമുച്ചയം, സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ നവീകരണം എന്നിവ സ്കൂളിന് വേണ്ടി നടത്തുവാൻ കഴിഞ്ഞു. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പുകളിൽ ഉന്നത വിജയം നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞു. വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ലിറ്റിൽ കൈറ്റ്സിന്റെ മികച്ച പ്രവർത്തനം നടന്നു വരുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കുവാൻ കഴിഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ MD സീനിയേഴ്സ് ഹൈസ്കൂളിൻ്റെ 75 വർഷം പിന്നിടുന്ന ഈ സുദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ബഹുമാനരായ വ്യക്തികളും എല്ലാം വിദ്യാർത്ഥികളോടൊപ്പം ഒന്നുചേരുന്ന ഈ സുദിനം, അതിൽ ഇപ്രകാരം നിൽപ്പാൻ ദൈവം ഇടയാക്കിയതിന് ആദ്യമായ ദൈവത്തിന് നന്ദി കരയും. അഭിനയ KG ദാനിയേൽ മേനി അച്ഛന്മാർ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുകയും എല്ലാ കാലത്തും നമ്മോട് കൂടെ നിന്ന് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് നിന്ന് നമ്മുടെ ദേശത്തോട് ചേർന്ന് നമ്മളെ സഹായിക്കുകയും വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഉദ്ഘാടനം നിർവഹിച്ച് കടന്നുപോയ ശ്രീ മാണിസിക്കാട്ടൻ MLA, എത്രയും ബഹുമാനായ അമ്പശ്ശേരി ബേബി സാർ എന്ന് നമ്മൾ വളരെ സ്നേഹം വിളിക്കുന്ന ഐസക് സാർ, ഈ പ്രോഗ്രാമിലൊക്കെയും രക്ഷാധികാരിയായി വളരെ സുദൃഢമായ നേതൃത്വം നൽകുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സിനുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ ജിത്തോ ജോസ്, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻസിനുള്ള അനുരാഗ് പാണ്ടിക്കാട്, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഡെൻസി ജു, ഡയസൻ ഓഫീസേഴ്സ്, കോർപ്പറേറ്റ് മാനേജർ സ്നേഹമുള്ള ശ്രീമതി ജെസി ജോസഫ്, അനുഗ്രഹ സന്ദേശം നൽകിയ അഫീൽ തിരുമേനിക്കുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഏറ്റവും സ്കോളർഷിപ്പോട് വിജയിക്കുകയാണ് വിഷ്ണുനാഥ്, SLC ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും അഫീൽ തിരുമേനി ഇപ്പോൾ ഉപഹാരം നൽകി അവരെ അനുമോദിക്കുന്നതാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഉപഹാരം ഏറ്റുവാങ്ങാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ അരുവിത്ര ലയൺസ് ക്ലബ്ബാണ് ഈ നല്ല ക്യാഷ് അവാർഡ് പ്രിയ കുഞ്ഞുങ്ങൾക്കായിട്ട് കൈമാറുന്നത്. പ്രത്യേകിച്ച് റോയ് സാറിനെയും കൂടെ പ്രത്യേകം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ലയൺസ് ക്ലബ്ബ് മെമ്പേഴ്സും ദയവായിട്ട് ഈ സമയം ഈ പ്രോഗ്രാമിൽ സാക്ഷ്യം വഹിക്കാൻ ഉണ്ടാണെന്ന് ഓർപ്പിക്കുകയാണ്. NMMS വിന്നറായിരിക്കുന്ന അനീഷ മോൾ, ഈ 3 മക്കൾക്കാണ് പ്രത്യേകിച്ച് ഈ ജൂബിലി വേദിയിൽ ആദരങ്ങൾ അർപ്പിക്കുന്നത്. ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുവാൻ കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഫീൽ തിരുമേനിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഉപഹാരം നൽകുന്നത്. SLC സ്കൂൾ ടോപ്പർ ആയിരിക്കുന്ന വിഷ്ണുനാഥ് അനിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കുവാൻ
അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദ തിരുമേനിയിൽ നിന്ന് വിഷ്ണുനാഥ് ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട റോയ് സാറ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്, സ്കൂളിനെ ഏറെ സ്നേഹിക്കുന്ന, സ്കൂളിന്റെ ഓട്ടോഗ്രാഫും 10ാം ക്ലാസ്സിലെ കണക്കോത്സവം സർട്ടിഫിക്കറ്റും കുഞ്ഞുപോലെ സൂക്ഷിക്കുന്ന റോയ് സാറ് വായനാ ദിനത്തിൽ അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയ പുസ്തകം നമുക്ക് തന്നു ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉപഹാരം നൽകുകയാണ്. അഭിനന്ദനങ്ങളും സ്നേഹവും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ശ്രീജിത്ത് SLC സ്കൂൾ ടോപ്പറാണ്. ശ്രീജിത്ത് ഹൈറേഞ്ചിൽ നിന്നാണ്, മണിയാനംകുടി സ്വദേശിയാണ്. പ്രിയമകൻ ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഉപഹാരം നൽകുന്ന തിരുമേനി ക്യാഷ് അവാർഡ് ബഹുമാനപ്പെട്ട റോയ് സാറും നൽകുകയാണ്. ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഉപഹാരം നൽകുന്നു. അതോടൊപ്പം തന്നെ മറ്റേത് സ്കൂളിനേക്കാളും മികച്ച വിജയത്തോടുകൂടി NMMS വിജയം നേടി രാജ്യ നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് നേടിയ അനീഷ മോൾ അനീഷ് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ തിരുമേനിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. പ്രത്യേകിച്ച് ഹരിദ്വാർ പേരിൽ റോയ് സാറ് ഈ സ്കൂളിന് വേണ്ടി നൽകിയ വലിയ സംഭാവന ഓർത്തുകൊണ്ട് പ്രാർത്ഥനയുടെ ആശീർവാദത്തോടുകൂടി അപ്പോൾ തിരുമേനിയിൽ നിന്ന് അനീഷ മോൾ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. ജൂബിലി ഒരു ആഘോഷമാണ്. ജൂബിലി ആഘോഷത്തിന്റെ നിറവെന്ന് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേരുന്ന മഹനീയമായ സന്തോഷത്തിന്റെ ആഘോഷമാണ്. ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഈ പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അത്രയും സ്നേഹവും ബഹുമാനവും മഹാനുഭാവിച്ചു അഭിവന്യ റൈറ്റ് VS ഫ്രാൻസിസ് തിരുമേനി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടെ ഇല്ലാതെ യാത്ര പറഞ്ഞിരിക്കുന്ന ശ്രീ മാനസികാമൻ MLA, വേദിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരായ ശ്രീ ഷോൺ ജോർജ്, ബഹുമാനുള്ള ഫാദർ ജോർജ് മാത്യുവച്ചൻ, മറ്റ് ശ്രേഷ്ഠ വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, സദസ്സിലായിരിക്കുന്ന ദൈവ മക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. എന്നെ ഇവിടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അനുഗ്രഹ പ്രഭാഷണം എന്നുള്ളതാണ്. അനുഗ്രഹം എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാം ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. ഒരു കൊച്ചുകുട്ടിയെ നാം പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കണമേ എന്നൊറ്റ വാക്കിലാണ് നാം ആദ്യമേ പഠിപ്പിക്കുന്നത്. അനുഗ്രഹം എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പലപ്പോഴും ശ്രമിച്ചത്. അതിന് വളരെ ലഘുവായ 1-2 അർത്ഥങ്ങളാണ് എനിക്ക് ലഭ്യമായത്. ഒന്ന്, മറ്റൊരു വ്യക്തിയെ അനുഗ്രഹിക്കുവാനായി ഉപയോഗിക്കുന്ന എന്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയും വാക്കുകളും പ്രോത്സാഹനവുമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ സ്കൂള് നമുക്കും ദേശത്തിനും ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായി എനിക്ക് ഈ സ്കൂള് ഒരു അനുഗ്രഹമാണ്. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് മഹാദേവയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂള് അനുഗ്രഹത്തിനൊരു മുഖാന്തരമായിരുന്നു. നമ്മുടെ ഈസ്റ്റ് കേരള മഹാരുടെ ആദ്യത്തെ കൗൺസിൽ അനേക വർഷങ്ങൾ നടന്നത് ഇതേ സ്റ്റേജിലാണ്. നമ്മുടെ മഹാരുടെ ആദ്യത്തെ കൺവെൻഷൻ നടന്നതും ഈ ഒരു ഹോളിലും ഈ ഒരു സ്റ്റേജിലാണ്. MB ശ്രീ കാണിച്ചുകൊടുക്കുന്നു. എല്ലാവരും പേരിന് ഉത്സാഹം ചെയ്യും. ഏറ്റവും ബഹുമാനായ MB ശ്രീ ഫ്രാൻസിസ് ജോർജ് സാറ് നമ്മുടെ ജൂബിലിക്ക് തങ്കത്തിണക്കമായി ചേർന്ന് സാറിന്റെ സ്നേഹസ്ഥാനത്തിന് നന്ദി പറഞ്ഞു. നമ്മൾ കൈയടിച്ച് അദ്ദേഹത്തെ ഒരു വട്ടം ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച് സാർ. മോസ്റ്റ് വെൽക്കം. ഇപ്പോൾ ഉപഹാരം ഞാൻ വലിയ പുഷ്പം നൽകുന്നു. താങ്ക് യു സാർ. അനുഗ്രഹം എന്ന് പറയുന്നത് ആമുഖമായി 1-2 കാര്യം മാത്രം ഞാൻ വീണ്ടും പറഞ്ഞ് എൻ്റെ വാക്കിന് അവസാനിക്കും. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവ് ദൈവമാണ്.
ഈ സ്കൂളിന് ഇതുവരെയും അനേക അനുഗ്രഹങ്ങൾ അനേക വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്കൂൾ നമുക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. ഇവിടെ ഇതൊക്കെ മനുഷ്യമാണ് മുഖാന്തരമായി തീർന്ന ഐസക്സാറിനെ പറ്റി പറയുന്നത്. അതും ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഗ്രഹത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ദൈവമാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും മുഖാന്തരം എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം ഈ ലോകത്തിൽ അനുഗ്രഹിക്കാനായി ചില വ്യക്തികളെ അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടുത്താറുണ്ട്, മുഖാന്തരമാക്കാറുണ്ട്. അബ്രഹാമിനെ അപ്രകാരം ദൈവം അനുഗ്രഹിച്ചു, ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി. അതുപോലെ നമ്മെ ഓരോരുത്തരും ഈ ലോകത്തിലാക്കിയിട്ടുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഈ ഒരു അനുഗ്രഹത്തിൻ്റെ മുഖാന്തരം ദൈവമാണ് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ അനുഗ്രഹം ദൈവം എല്ലാവർക്കും നൽകുന്നുണ്ട്. എന്നാൽ എവിടെയാണ് പരാജയം, എവിടെയാണ് അതിന് കുറവ് എന്ന് വെച്ചാൽ നാം ഈ അനുഗ്രഹത്തെ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വാർത്ഥപരമായി നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ അത് ദോഷമായിട്ട് മാറുന്നു നമുക്കും സമൂഹത്തിനും. എന്നാൽ ഈ ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ഈ സ്കൂള് 75 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കുമ്പോൾ അന്ന് ഇതിന് ആരംഭം കുറിച്ചാണ് പിതാക്കന്മാരെയും അധ്വാനിച്ചാലുള്ള ഓരോ ദൈവമക്കളെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. നാം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രിയപ്പെട്ട കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് സാറ് നമ്മോടൊപ്പം എത്തിച്ചേർന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഏറെ തിളക്കം നൽകുകയാണ്. നമ്മോടൊപ്പം മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന് പ്ലാറ്റിനം ജൂബിലി വർണ്ണാഭമാക്കിയ സാറിന്റെ സ്നേഹ സാന്നിധ്യം, ഇടുക്കിയിൽ അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ കാലം കാത്തുവെച്ച ഒരു വിജയമാണ് കോട്ടയം ജില്ല കൈവല്യമായിട്ട് സാറിന് നൽകിയിരിക്കുന്നത്. നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട ജനനേതാവ്, കാര്യപ്രാപ്തിയും കർമ്മശേഷിയും ഒരുപോലെ വിളയാടുന്ന പ്രിയപ്പെട്ട ജനനായകന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഇരുമാപ്പമറ്റം MDCMS ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് മുഖ്യ സന്ദേശം നൽകുന്നതിനായി ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. നമുക്ക് നല്ലൊരു കരഘോഷം നൽകി നമ്മുടെ പ്രിയപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കാം. താങ്ക് യു സാർ. സമ്മേളന അധ്യക്ഷൻ അഭിമന്യ റൈറ്റ് റെവറൻഡ് VS ഫ്രാൻസിസ് പിതാവേ, പ്രിയങ്കരനായ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിമന്യ ഡാനിയൽ പിതാവേ, ഇവിടെ വേദിയിലുള്ള പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, അതുപോലെ മേലിയാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു സോമൻ, പ്രിയപ്പെട്ട കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ശ്രീ ഡെറ്റോ ജോസ്, ശ്രീ അനുരാഗ് പാണ്ഡിക്കാട്ട്, ശ്രീമതി ജെൻസി ബിജു, റെവറൻഡ് PC മാത്തുക്കുട്ടി, റെവറൻഡ് PJ ബിജോയ്, ശ്രീ വർഗീസ് ജോർജ് P, ശ്രീ T ജോയ് കുമാർ, ശ്രീമതി ജെസ്സി ജോസഫ്, റെവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് മാത്യു കാരമ്പേലിൽ, ഡോക്ടർ ഗിരീഷ് കുമാർ, ശ്രീ PV ജോസഫ്, ശ്രീമതി സുലത P, ശ്രീ സാഗി KB, ശ്രീ ജോർജ് PJ, ശ്രീ PS ഷാജി, മറ്റ് വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളെ, MDCMS ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അധ്യാപക അനധ്യാപക സമൂഹത്തിൻ്റെയും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ അവരുടെ മാതാപിതാക്കളുടെ സർവോപരി നാട്ടുകാരുടെ എല്ലാം സന്തോഷത്തിൽ വളരെ ആത്മാർത്ഥമായി പങ്കുചേരുകയാണ്. അഭിമന്യ ഡാനിയൽ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 75 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും മേഖല എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമുക്ക് ആലോചിച്ചാൽ ഊഹിക്കാനായിട്ട് ഒരുപക്ഷെ വളരെ അവികസിതമായിരുന്ന ഈ മേഖല ഇങ്ങനൊരു വിദ്യാലയം ആരംഭിച്ച് CSI സഭ ഈ മേഖലയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം, അതിലൂടെ എത്രയോ പേരാണ്
അഭിനയ പിതാവ് തന്നെ സൂചിപ്പിച്ചു, ഇതൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ മേഖലകളിലേക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റിയ ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ വലിയ നന്ദിയും കടപ്പാടും അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇതുപോലുള്ള സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം ആർക്കും വിസ്മരിക്കാൻ കഴിയും. പലപ്പോഴും പല വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ വാസ്തവത്തിൽ ഈ രംഗത്തേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഇത്രയും നേട്ടം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് ഈ കലാലയത്തിൽ പഠിച്ചു വളർന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച, രാഷ്ട്രീയ പ്രവർത്തനം പ്രാർത്ഥനയും ആരാധനയുമായി നെഞ്ചിലേറ്റ് നിൽക്കുന്ന സ്നേഹനിധിയായ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനി, ഇരാട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റായി ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടു. ചേർന്നിരിക്കുന്ന ബഹുമാനായ MP ഫ്രാൻസിസ് ജോർജ് സാറ് ഇപ്പോൾ ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസിനുള്ള ആദരങ്ങൾ അർപ്പിക്കുകയാണ്. സ്നേഹാദരങ്ങളോടെ ഏറ്റുവാങ്ങുന്നതിനായി പൊതുജന സേവനത്തിന് ഈ മലനാട്ടിൽ നിന്നും ഏറെ തിളക്കത്തോടു കൂടി ശോഭിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനി, ഇരാട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസിന് 1000 ആശംസകൾ ഇനിയും ഉയർത്തിയെന്ന് പ്രാർത്ഥന നേരുന്നു. പ്രിയപ്പെട്ട ബേബി സാർ, ഐസക് സാർ അമ്പഴശ്ശേരി, ഈ ജൂബിലി ഇത്ര വർണ്ണാഭമായി നിറച്ചാത്തണിയിക്കുന്ന വിസിബിൾ ചേഞ്ചസ് വരുത്തിയ എല്ലാ ജൂബിലി ആഘോഷത്തിന്റെയും ആസൂത്രകൻ, ദ മാസ്റ്റർ ബ്രെയിൻ, ദ ഡയറക്ടർ, അവർ ബിലൗഡ് ഐസക് സാർ ഏറ്റുവാങ്ങുന്നു. ഭാരതത്തിന്റെ യോഗം പോലെ ഈ ജൂബിലി ആഘോഷങ്ങളിൽ തന്റെ വിരുദ്ധ ചിന്തയും നെഞ്ചിലേറ്റിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സമൂഹം നൽകുന്ന ഈ ഉപഹാരം ബഹുമാനായ MP ഏറ്റുവാങ്ങുന്നു. പൊന്നാണി അണിയിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനെ, തലമുറകളുടെ ഗുരുനാഥനെ, കാലം കാത്തുവെച്ച് കൈവല്യമാകുന്ന പ്രിയപ്പെട്ട ഐസക് സാറിനെ സ്നേഹാദരങ്ങളോടെ ഞങ്ങളുടെ ഉപഹാരം ആദരങ്ങൾ നൽകുകയാണ്. ബഹുമാന്യായ പൂർവ്വ വിദ്യാർത്ഥി VV സാറാമ്മ ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി തന്റെ സമ്പാദ്യത്തിൽ നിന്നും 1 ലക്ഷം രൂപയോളം ഈ ജൂബിലി ആഘോഷങ്ങൾ നിർമ്മാണത്തോട് ധന്യമാക്കുവാൻ നൽകി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹം നിറഞ്ഞ VV സാറാമ്മത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചു കൊള്ളുന്നു. മറ്റൊരു സ്നേഹ സാന്നിധ്യം പ്രിയപ്പെട്ട പ്രൊഫസർ റോയി കടപ്ലാക്കൽ സാറാണ്. ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ശോഭിച്ചു. കഴിഞ്ഞ വർഷം ജൂബിലി ആഘോഷം വന്നപ്പോൾ അദ്ദേഹത്തിന് 10ാം ക്ലാസ്സിൽ സമ്മാനമായി കിട്ടിയ പുസ്തകം ഉണ്ടായിരുന്നു, ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, കണക്ക് പുസ്തകം ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയ 47 വർഷം പഴക്കമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡാൻസ് സ്കൂളിന് വേണ്ടി അദ്ദേഹം നൽകുന്ന ഉപഹാരങ്ങൾ ഏകദേശം 50,000 രൂപയുടെ സ്കോളർഷിപ്പും 1 ലക്ഷം രൂപയുടെ ഉപഹാരവും ഈ കലാലയത്തിൽ നൽകിയ കയ്യടിന് സഹായിച്ച സ്നേഹ സാന്നിധ്യത്തിന് സാറിന് നന്ദി സ്നേഹവും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നീ കാണുന്ന വിസിബിൾ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഉപഹാരം ഏറ്റുവാങ്ങുന്നു VV സാറാമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ ആദരങ്ങൾ നൽകുകയാണ്. അടുത്തതായി പ്രിയപ്പെട്ട അനിൽ, ഇവിടെ കാണപ്പെടുന്ന നിറച്ചാർത്തുകൾക്ക്, രൂപഭാവങ്ങൾക്ക്, അതിന്റെ കൈപ്പണികൾക്ക് മേൽനോട്ടം നൽകിയ അനിൽ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ പെയിന്ററായും പ്ലംബറായും അതുപോലെ തന്നെ വെൽഡറായും മൾട്ടിപ്പിൾ റോൾ ചെയ്ത് ഇവിടെ പൂന്തോട്ടങ്ങളും ഗാർഡനും ഒക്കെ തീർക്കുന്ന അദ്ദേഹത്തിന്റെ കരവിരുതാണ്. സ്നേഹാദരങ്ങളോടെ ഇരുമാസം മറ്റും MDCM ഹൈസ്കൂൾ പ്ലാന്റ് ജൂബിലി അങ്ങേ ആദരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനോജ് സാർ, സാറിന്റെ പ്രവർത്തനങ്ങളും അക്ഷരങ്ങളും, ധാരാളം പ്രവർത്തനങ്ങൾ ഒരു നിമിഷം പോലും MDCMസിനെ മാറ്റിവെക്കാനില്ല. ജീവിതം മുഴുവൻ MDCMസിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിട്ടുള്ള ശ്രീ മനോജ് P. ബെഞ്ചമിൻ സാറിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ പൂർവ്വ പാർലമെന്റ് ഫ്രാൻസിസ് ജോർജ് സാർ ഇപ്പോൾ ആദരിക്കുന്നു. താങ്ക് യു സാർ. ഇപ്പോൾ മാഗസിൻ പ്രകാശനം നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓരോ ജൂബിലി ആഘോഷങ്ങളും നമ്മുടെ ഓർമ്മ പുതുക്കലാണ്, ഓർമ്മപ്പെടുത്തലാണ്. അതൊരു കൃതജ്ഞത അർപ്പണമാണ്. അതുകൊണ്ട് തന്നെ ഊർജം സംഭരിക്കലാണ്. ഈ സ്കൂളിനെ ഏറെ സ്നേഹിക്കുന്നവരുടെ കയ്യൊപ്പുകളാണ്. ഇതിലേറെ കാലം മായ്ക്കാത്ത പാദമുദ്രകളാണ്.
ഈ മാഗസിൻ പ്രകാശനം നിർവഹിക്കുന്നതിനായി അഭിനന്ദ തിരുമേനിമാരെയും ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് MP, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജെസി മാഡം, കോർപ്പറേറ്റ് മാനേജർ ജെസി മാമിനെയും ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. ഈ മാഗസിൻ എഡിറ്ററായി പ്രവർത്തിച്ച തിരുമുറ്റം മാഗസിന്റെ എഡിറ്ററായി പ്രവർത്തിച്ച ശ്രീ മനോജ് ടി ബെഞ്ചമിനോടുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. ജൂബിലി ആഘോഷങ്ങൾക്ക് സാന്നിധ്യം വന്ന് ഇപ്പോൾ 1980 ബാച്ചിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുത്തു. അതുപോലെ ലയൺസ് മെമ്പേഴ്സിനെയും സ്നേഹാദരങ്ങളുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനൊപ്പം തന്നെ ഇന്ന് കടന്നു വന്നവരിൽ സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പകരുവാൻ സംഭാവനകൾ സ്വീകരിക്കുന്ന ഒരു QR കോഡ് നമ്മുടെ ഏറ്റവും മുൻപിലുള്ളതായ വേദിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ സംഭാവനകൾ, വലിയ സംഭാവന, ചെറുതുമായ സംഭാവനകൾ നൽകാവുന്നതാണെന്ന് ഓർക്കുന്നു. ഇപ്പോൾ ഈ ഉപഹാരം ജൂബിലിക്ക് വേണ്ടി നൽകുകയാണ്. പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് ലീലാദാനി ടീച്ചർക്കും സ്കൂളിന്റെ മറ്റു പ്രവർത്തകർക്കുമായിട്ട് ഈ ഉപഹാരം ഇപ്പോൾ സമർപ്പിക്കപ്പെടുകയാണ്. അതുപോലെ ബഹുമാനായ MP തിരക്കുണ്ടെങ്കിലും നമ്മുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക ദൗത്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്ന ഒരു മിഷൻ കൂടിയാണ്. അതുകൊണ്ട് അല്പസമയത്തേക്ക് പെട്ടെന്ന് പോയി മടങ്ങി വരാം. കാലാവസ്ഥ മഴ വന്നുകൊണ്ടാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കാതിരുന്നത്. ശിലാഫലകം അൺവെയിൽ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ വിശിഷ്ടാതിഥികളെ, അഭിനന്ദ സഭാപിതാക്കന്മാരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ദയവായി കാത്തിരിക്കുക, ഉടൻ തന്നെ മടങ്ങി വരാം. ചരിത്രരേഖ ഇടം പഠിക്കുന്ന മനോഹരമായ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാലാവസ്ഥയിലെ പ്രതികൂല സാഹചര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ പാട്ടുപാടി സദസ്സിന് ആനന്ദം പകർന്ന വിഷയ്ക്ക് ഒരായിരം നന്ദി. അടുത്തതായി
ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ ഏറ്റവും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ MDCMS സ്കൂളിലെ ജൂബിലിയോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട റൈറ്റ് റവറൻഡ് PS ഫ്രാൻസിസ് തിരുമേനി, ഇന്ന് നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ MLA മാനസികാത്മകകൾ, ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ MP ഫ്രാൻസിസ് ജോർജ് അവർ, വേദിയിലായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ദാനിയൽ തിരുമേനി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലായിരിക്കുന്ന ബഹുമാന്യ അച്ഛന്മാരെ, ഗുരുക്കന്മാരെ, അതോടൊപ്പം ഇപ്പോൾ ഇവിടെ അധ്യാപകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളെ, അനധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. രാവിലെ സ്കൂളിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും വീണ്ടും നമ്മുടെ സ്കൂളിനെ പറ്റി എത്രമാത്രം പറഞ്ഞാലും മതിയാകാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 75 വർഷക്കാലം പഠിച്ച വിദ്യാർത്ഥികൾ മുഴുവൻ ഇവിടെ കടന്നു വന്നിരുന്നെങ്കിൽ ഈ സദസ്സോ ഈ മൈതാനം, നമ്മുടെ സ്കൂളിൻ്റെ മൈതാനത്ത് പോലും നിൽക്കുവാൻ ഇടയില്ലാതെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പഠിച്ച് കടന്നുപോയി. തീർച്ചയായിട്ടും അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു ദിനമാണ് ഇന്ന്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ കടന്നു വന്നു, പൂർവ്വ വിദ്യാർത്ഥികളൊക്കെയും നല്ല സ്ഥിതിയിൽ ആയിരിക്കുന്നു. വലിയ ഉദ്യോഗത്തിലൊക്കെയും ആയിരിക്കുന്നവര് ഇവിടെ കടന്നു വരുമ്പോൾ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ അക്ഷരം കുറിച്ച ഈ തിരുമുറ്റത്തെത്തുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് അവർക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് നമുക്ക് 100% വിജയം കൈവരിക്കുവാനായിട്ട് ഈ MDCMSന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇവിടുത്തെ അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും മാനേജ്മെന്റിനെയും എല്ലാം അഭിനന്ദിക്കുന്നു. അവരുടെ വളരെയേറെയുള്ള പ്രയത്നഫലം കൊണ്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയുന്നത്. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും പിന്നോക്കത്തിൽ പഠിക്കുവാനായിട്ട് മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ വൈകുന്നേരം വരെ ട്യൂഷനെടുത്ത് പഠിപ്പിച്ച നാളുകൾ ഉണ്ട്. അവരെയും പഠിക്കുന്ന കുട്ടികളുടെ ഒപ്പം എത്തിക്കുവാനായിട്ട് വളരെയേറെ കഷ്ടപ്പെട്ട അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. നമ്മളൊക്കെയും പഠിച്ച സമയത്ത് ഉള്ള സ്കൂൾ റൂമുകളൊന്നുമല്ല, ക്ലാസ് റൂമുകളെല്ലാം മാറ്റി നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകൾ, OSI ഗ്രൂപ്പുകളുടെ സഹകരണം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വാർത്തെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല വിജയം മാത്രം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അടുത്ത വരുന്ന തലമുറയ്ക്ക് നല്ല നാളേക്ക് വേണ്ടി നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയും സഹകരണവും എന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വാക്കുകൾക്കൊക്കെ കാതോർക്കാം. ഏറെ ബഹുമാനായ CSI ബിഷപ്പ് PS ഫ്രാൻസിസ് തിരുമേനി, ഏറെ ബഹുമാനായ ദാനിയൽ തിരുമേനി, പ്രതിസന്ധിയിലായിരിക്കുന്ന ജോർജ് അച്ഛൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബാങ്കിലെ ബോർഡ് മെമ്പർമാർ, വേദിയിലും സദസ്സിലുള്ള ബഹുമാനരെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാഷണൽ സ്കോളർഷിപ്പ് കിട്ടിയ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് അരുവിത്തർ ലയൺസ് ക്ലബ്ബ് ഒരു അവാർഡ് കൊടുത്തിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലയൺ മെമ്പർ റോയ് സാറ് വീണ്ടും ആ കൊച്ചിന് ഒരു 5000 രൂപയുടെ കൊടുക്കാനായിട്ട് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കൊച്ചും അതിന്റെ പേരൻസും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരണം. ഇപ്പോൾ അത് കൊടുക്കുകയാണ്. ഈ സ്കൂൾ എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ് ഈ സ്കൂൾ. കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന്
ഒരുപാട് തവണ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. പ്രസംഗത്തിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ പ്ലേക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്, സ്പോർട്സിനും ആർട്സിനും ഒക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ബേബി സാറ് എനിക്ക് പലതവണ സമ്മാനം തന്നിട്ടുണ്ട്. ഇതെൻ്റെ ജീവനാണ് ഈ സ്കൂള്. ഞാൻ ലോകത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പോയി എല്ലായിടത്തും ഞാൻ ഒരു ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ മാത്തമാറ്റിക്സിൻ്റെ HOD-യാണ്. കാൽക്കുലസിൻ്റെ ഒരു എക്സ്പേർട്ടാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഞാൻ പല പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സ്കൂൾ എന്ന് പറയുമ്പം ആ ഒരു ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ആയിട്ടുണ്ടോ അതൊക്കെ ഈ സ്കൂളിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇടമുറകിൽ മണ്ണെണ്ണ വിളക്കിൽ പഠിച്ച് 10ാം ക്ലാസ് എഴുതി അന്ന് നമ്മുടെ ഈ ഡയോസിസില്ല മധ്യ കേരള മഹാ ഇടവകയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് പാസ് ഔട്ട് ആയതാണ് ഈ സ്കൂളിൽ നിന്ന്. മധ്യ കേരള മഹാ ഇടവകയായിരുന്നു. മധ്യ കേരള മാണി തിരുമേനയിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച് പോയ ഒരാളാണ്. അന്ന് എനിക്ക് സമ്മാനം തരാനായിട്ട് സ്കൂളുകാർ വിളിച്ച ബൗദ്ധ തിരുമേനിയാണ്. ബൗദ്ധ തിരുമേനി വന്ന് എനിക്ക് സമ്മാനം അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെ ഈ സ്കൂൾ ജീവനാണ്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രം എഴുതിയെങ്കിൽ എൻ്റെ അത് ഒരു ചാപ്റ്റർ മുഴുവൻ ഈ സ്കൂളിനെ കുറിച്ചായിരിക്കും. ഈ സ്കൂളിനെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനീഷ മോള് ഇങ്ങനെയൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന ലയൺസ് ക്ലബിൻ്റെ ഇതിൽ ഞങ്ങളങ്ങ് തീരുമാനിച്ചത്. ലയൺസ് ക്ലബിൻ്റെ സിബിൽ സാറും ഉണ്ട്, ടിറ്റോ സാറും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ആ കൊച്ചിന് 5000 രൂപ സമ്മാനം കൊടുക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഈ സ്കൂള് ജീവിതത്തിൻ്റെ ഭാഗമാണ്, ജീവനാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന് ഞാൻ ഞങ്ങളുടെ സമ്മാനം കൊടുക്കുന്നു. നമ്മുടെ റോയ് സാറ് ബ്രില്യൻ്റ് തുടങ്ങിയ അന്ന് മുതൽ ബ്രില്യൻ്റിലെ തുടക്കക്കാരനാണ്. ഇപ്പോഴും മാത്സ് വിഭാഗത്തിന്റെ ഹെഡായിട്ട് കേരളം മുഴുവൻ ക്ലാസ് എടുത്ത് ഓൺലൈനിൽ കൂടി ലോകം മുഴുവൻ ക്ലാസ് എടുത്ത് ഓരോ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ അധ്വാനിക്കുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട MDCMSന്റെ ഒരു വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ലൊരു കയ്യടി റോയ് സാറിന് കൊടുക്കുക. ടിറ്റോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കടന്നു പറഞ്ഞ ടിറ്റോ പക്ഷേ അച്ഛൻ്റെ പ്രസംഗം ആദ്യമായി കേട്ടപ്പോഴാണ് അച്ഛനെ നോട്ട് ചെയ്തത്. നെല്ലുകാല ന്യൂസിൽ കൂടി ഒരു മെസ്സേജ് വന്നപ്പോൾ അത് നോട്ട് ചെയ്യുകയും ഈ പ്രസംഗിക്കുന്നത് അത്ര രസകരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അച്ഛൻ അന്ന് നടത്തിയത്. അച്ഛൻ നല്ലൊരു പ്രഭാഷകനാണെന്ന് മനസ്സിലായി. അച്ഛനെ സ്നേഹാദരങ്ങളോടെ ആശംസാ വാക്കുകൾ കാഴ്ചവെക്കുന്നു. പ്രശസ്തമായ MDCMS ഹൈസ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന റെവറൻഡ് PS ഫ്രാൻസിസ് തിരുമേനി വാക്കുകൾക്ക് വിരാമം. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റെവറൻഡ് PS ഫ്രാൻസിസ് തിരുമേനി, തിരുമേനി, വേദിയിലുള്ള മറ്റു ബഹുമാന വ്യക്തികളുടെ സദസ്സിലുള്ള ബഹുമാനികളെ, MDCMS ഹൈസ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഈ സമാപന സമ്മേളനത്തിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഈ ജൂബിലിയുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്കൂൾ മുറ്റത്തേക്ക് വന്നിട്ടുള്ള ഏവർക്കും ഈ സ്കൂളിൻ്റെ മാറ്റം കാണാവുന്നതാണ്. 75ാം ജൂബിലി ചെലവിൽ ഇവിടുത്തെ മുൻ HM ആയി റിട്ടയർ ചെയ്ത അമ്പഴശ്ശേരി സാറും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ
ലോക്കൽ മാനേജ്മെന്റും മഹായിടവകയും അഭ്യുദയകാംക്ഷികളൊക്കെ ചേർന്ന്, ഇവിടുത്തെ അധ്യാപകർ ചേർന്ന്, പൂർവ്വ അധ്യാപകർ ചേർന്ന് ഈ സ്കൂളിനെ ഒരു വലിയ സ്കൂളാക്കി മാറ്റിയിരിക്കുന്നു. റോഡിൽ നിന്ന് നോക്കിയാൽ വളരെ സന്തോഷത്തോടെ നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പാട്ട് പാടുകയും അതുപോലെ തന്നെ ഇന്നും അന്നത്തെ പുസ്തകം കയ്യിൽ കാത്തു സൂക്ഷിച്ച വിദ്യാർത്ഥികളൊക്കെ ഇതിവിടെ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ്. അവനവൻ പഠിച്ചു പോന്ന കലാലയത്തെ സ്നേഹിക്കുന്ന ആളുകളില്ല. എപ്പോഴും നമ്മളെ അക്ഷരം പഠിപ്പിച്ച് നമ്മളെ ഈ നിലയിലേക്ക് മാറ്റിയ അധ്യാപകരെയും നമ്മൾ ദിവസം സ്മരിക്കാതെ കഴിയുന്നില്ല. നമ്മുടെ ഒക്കെയും ഭാവി സുരക്ഷിതമാക്കി തീർത്ത ആ സ്കൂളും അതുപോലെ തന്നെ അവിടുത്തെ ഉള്ളതുകൊണ്ടാണ് FDCM സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ അധ്യാപകർ വളരെ അത്യുത്സാഹത്തോടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരെ അധ്യാപകരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഓരോ ദിവസവും ഓരോ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇവിടെ ഹോസ്റ്റലിലും മറ്റും ആളുകൾ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സംസാരിക്കുന്നത് ഈശ്വര മഹായിടവകയുടെ ട്രസ്റ്റാണ്. സാമ്പത്തിക കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഈശ്വരയുടെ ട്രസ്റ്റാറായ PC മാത്തുക്കുട്ടി ചേച്ചി. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബൈബിളിൽ അഗാധ പാണ്ഡിത്യമാർന്ന ഹീബ്രുവിലൊക്കെ നല്ലതായിട്ടുള്ള പ്രഭാഷകനായി തീർന്നിട്ടുള്ള മാത്തുക്കുട്ടി ചേച്ചിനെ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസാ വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനയ ഫ്രാൻസിസ് തിരുമേനി, ഏറ്റവും സ്നേഹമുള്ള KG ദാനിയേൽ തിരുമേനി, സ്നേഹമുള്ള ഡാർലി ഫ്രാൻസിസ് ലക്ഷമ്മ, ലക്ഷമ്മ, ഏറ്റവും സ്നേഹമുള്ള ജോർജ് കാരമലച്ചൻ, ആദരണരായ ജനപ്രതിനിധികളും, ഏറ്റവും സ്നേഹമുള്ള ഐസക് സാർ, ഈ ദിനത്തിൽ ദൈവകൃപയാൽ നമ്മളെ ഇവിടെ കൂട്ടിവരുത്തുകയും നമുക്കെല്ലാം നന്മയായി എന്നും അനുഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്ന ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 2023 ജൂൺ മാസം മുതൽ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന FDCMS ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ദിനത്തിലേക്ക് അത്ഭുതകരമായി അനുഗ്രഹകരമായി നമ്മെ നടത്തിയ സർവശക്തനായ ദൈവത്തിന് മനഃപൂർവ്വമായി നന്ദി അർപ്പിക്കുകയാണ്. ഇതിനെ അർത്ഥവത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഇന്ന് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഒരുപക്ഷെ നമുക്ക് ലഭ്യമായ സ്നേഹത്തിൻ്റെ ഒരു കൈമാറ്റമല്ലേ ഇവിടെ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ സംഭവിച്ചത് എന്ന് ഓർക്കുകയാണ്. ഈ അധ്യാപകരിലൂടെ അനധ്യാപകരിലൂടെ സ്കൂളിൽ നിന്ന് ലഭ്യമായ ജ്ഞാനവും സ്നേഹവും അത് ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പടികളിൽ നന്മ അനുഭവിക്കാനായി മുഖാന്തരമായി തീരുകയും നാം പഠിച്ച നാം ആയിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്കായി പ്രത്യുപകാരം ചെയ്യുന്ന ഒരു അതുപോലെ തങ്ങൾക്ക് ലഭ്യമായ നന്മ ഈ അക്ഷരവൃത്തത്ത് ഈ തിരുവനന്തപുരത്ത് വെളിപ്പെടുത്തുവാൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ച OSAയുടെ അംഗങ്ങളും ഭാരവാഹികളും ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് വീണ്ടും നന്ദി പറയുകയാണ്. നമ്മുടെ ലോകത്തിലെ ജനസംഖ്യ കൂടുന്നു എന്നാണ് പറയുന്നത്. 820 കോടി 830 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്കൂളുകളിലേക്ക് ചോദിച്ചാൽ സ്കൂളിൽ എന്ത് ചെയ്താലില്ല.
ഈ എണ്ണം കാണുന്നത്. ഇപ്പൊ പ്രായമായിട്ടാണോ കുഞ്ഞുങ്ങളല്ലാതെയാണോ ജനിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കടന്നു ഈ ലോക ജനസംഖ്യയുടെ ആ റേഷ്യോയിൽ കടന്നുപോകും. ഇവിടേക്ക് തലമുറകളെ ആകർഷിക്കുവാൻ ഇവിടെ മിഷണറിമാര് തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ വിദ്യാഭ്യാസവും തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി മാറ്റിവെച്ചതിലൂടെ ഈ ദേശം വിജ്ഞാനത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഇടയായ 175 വർഷത്തെ ചരിത്രം നാളുകളാക്കിയിട്ട് കഴിഞ്ഞു. നാം മനസ്സിലാക്കി കഴിഞ്ഞു. അക്ഷരത്തിന്റെ അനുഭവത്തിൽ നിന്നും ഡിജിറ്റലൈസേഷനിലേക്ക് ലോകം അതിന്റെ വിദ്യാഭ്യാസ നയങ്ങള് എല്ലാം മാറ്റം വന്നു കഴിഞ്ഞിരിക്കുക. ഇവിടെ നാം ഇനിയും സ്വപ്നങ്ങളുടെ ഉടമയാകണം. 75 എന്നുള്ളത് വാസ്തവത്തില് വേദപുസ്തകത്തിലെ ജൂബിലിയുടെ കണക്കില് ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. 70 രൂപയുടെ പറയാം. 7 അതിന്റെ കണക്ക് കിടക്കുന്നത്. 25-ാമത്തെ 7-ന്റെ 7 കൂടുതൽ കഴിയുമ്പോഴാണ് 49 എന്ന് പറയുന്ന അതിന്റെ ഭാഗമായി തീർന്ന എല്ലാവരും പുതിയൊരു സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുവാൻ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അധ്വാനിക്കുവാൻ ഈ ജൂബിലി അല്ലെങ്കിൽ ഈ പ്ലാറ്റിനം ജൂബിലി നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികളാൽ സമ്പന്നമായ വിദ്യാലയം അതിൽ ഏറ്റവും അത്യുദാത്തമായ എല്ലാ സംവിധാനങ്ങളാലും സംരക്ഷിക്കപ്പെടുന്ന ഒരുപക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാൽ സമ്പന്നമാകുന്ന ദേശമായി നമ്മളുടെ മേലുകാവ് മാറുവാൻ, നമ്മുടെ ചാർവത്രം മാറുവാൻ, അതേ നമ്മുടെ MBC സ്കൂൾ അതിന് ഒരു ആഹാരശരിയാകുവാനുള്ള സ്വപ്നം ഈ നാളുകളിൽ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച, ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ വ്യക്തിജീവിതങ്ങൾക്കും മഹായോഗയുടെ എല്ലാ ജനത്തിന്റെയും പേരുള്ള അനുമോദനങ്ങളും ആയതുപോലെ തന്നെ ആദരവുകളും അറിയിച്ചുകൊണ്ട് വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പകരം വയ്ക്കാൻ ഇല്ലാത്ത കർമ്മശേഷിയുമായി മുന്നേറുന്നതായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട സാറിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഒരു സ്കൂളിന് അതിലൊരു നിർണായക സ്ഥാനമുണ്ടാവും. അപ്പോൾ ഈ മേലുകാവ് പ്രദേശത്തെ സംബന്ധിക്കുമ്പോൾ ആ അർത്ഥത്തിൽ MD CMS ഹൈസ്കൂള് പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ മേഖലയിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ മഹാരഥന്മാർ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ പൊതുരംഗത്തും സർക്കാർ മേഖലയിലും അതുപോലെ തന്നെ വിദേശത്തുമൊക്കെയായി ഏതാണ്ട് 50,000 കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ അതിലൊരു നല്ലൊരു ശതമാനവും ഉന്നത പദവികളിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഈ സ്കൂളിന്റെ മഹനീയമായ ഒരു നേട്ടമാണ്. ഞാൻ ഇതിനു മുൻപ് ഇരുന്ന ഒരു സ്കൂളിൽ ചില ആവശ്യങ്ങൾക്കായി ആ നാട്ടുകാർ കടന്നു വരുമ്പോൾ അവരാദ്യം പറയുന്നൊരു വാചകമുണ്ട്, സർ ഞാൻ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞാനപ്പോൾ അവരുടെ കണ്ണുകളിലേക്കാണ് ഞാൻ നോക്കുന്നത്. ആ കണ്ണുകളിലെ പ്രകാശവും അവരുടെ മനസ്സിന്റെ സന്തോഷവുമാണ് ഞാൻ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ അവരോട് പറയും, നിങ്ങൾ ഇരിക്കൂ, കാരണം ആ സ്കൂൾ അവരുടേതാണ്. ആ സ്കൂൾ അവരുടേതാണ്. ആ സ്കൂളിനെ സ്കൂളാക്കിയതും അതിൻ്റെ വിജയങ്ങളുമെല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഓരോ വ്യക്തിയും ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടി കടന്നു വരുമ്പോൾ ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഈ സ്ഥാപനത്തിന്റെ എക്കാലത്തെയും വിജയം. ഈ ജൂബിലി ആഘോഷത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനായ റൈറ്റർ PS ഫ്രാൻസിസ് തിരുമേനി, അനുഗ്രഹപ്രഭാഷണം നടത്തിയ ഏറ്റവും ബഹുമാനായ റൈറ്റർ ഡോക്ടർ KG ദാനിയേൽ തിരുമേനി, യോഗം ഉദ്ഘാടനം ചെയ്ത അതിനായ MLA മാനസി കാപ്പന്, മുഖ്യ പ്രഭാഷണം നടത്തിയ
കോട്ടയം MB ഫ്രാൻസിസ് ജോർജ്, അതുപോലെ ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന അഭ്യന്തര വൈദികരെ, വേദിയിലിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ, അതുപോലെ ഏറ്റവും ബഹുമാനായ ഈ സ്കൂളിലെ അധ്യാപകർ, പൂർവാധ്യാപകർ, അതുപോലെ പ്രിയ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ പ്രിയ മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് പറഞ്ഞ ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ തമാശനായിട്ട് പറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ഈ സ്കൂളിൽ ഇരുന്ന് പഠിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഷോണിനോട് തമാശയായിട്ട് പറഞ്ഞത്. എന്നിരുന്നാലും ആ ഒരു കാര്യം ഒന്ന് ഓർത്തു പോവുകയാണ്. ഇവിടെ ഞാൻ പാലായിലാണ് UP സ്കൂളിൽ പഠിച്ചത്. അവിടുന്ന് വീട്ടിൽ നിന്ന് ഈ സ്കൂളിലാണ് കൊണ്ടുവന്ന് ചേർത്തത് 8ാം ക്ലാസ്സിലേക്ക്. 8ാം ക്ലാസ് 2 കൊല്ലവും 9ാം ക്ലാസ് 2 കൊല്ലവും പിന്നെ 10ാം ക്ലാസ് ജയിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഇവിടെ സ്പോർട്സിൻ്റെ ഇതിൽ ആദ്യം അത്ലറ്റിക്സ് ആയിട്ട് ഈ സ്കൂളിലെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് തന്നെയാണ് വോളിബോളിലേക്ക് മാറിയത്. അന്ന് ഈ സ്കൂളിൽ നല്ല വോളിബോൾ ടീമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടെയുള്ള മറ്റു മത്സരങ്ങളിൽ, ജില്ലാതല മത്സരങ്ങളിൽ പോയി മത്സരിച്ച് പല നേട്ടങ്ങളും കൈവരിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് സ്കൂൾ നാഷണലിൽ സെലക്ഷൻ കിട്ടുകയും കൂടെ ചെയ്തു. അത് ഞാൻ ഓർക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അധ്യാപകർ അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് തന്ന ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. സ്പോർട്സിലൊക്കെ ആണെങ്കിൽ അധ്യാപകരാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും ഒരു രൂപ പോലും തരികയില്ല. കാര്യം പഠിക്കാനായിട്ട് വിടുന്നതല്ലാതെ ഒരു രൂപ പോലും തരികയില്ല. പക്ഷേ ഇവിടുത്തെ അധ്യാപകർ അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തി ഞങ്ങളെ മത്സരങ്ങൾക്കൊക്കെ വിടുകയും ഒരു പ്രാവശ്യം ഇങ്ങനെ മത്സരങ്ങളിൽ ടീം പോയപ്പോൾ വാക്കുകൾ കേൾക്കാതെ ഈ ജൂബിലിക്ക് ഒരു പൂർണ്ണതയില്ല. ഈ ഒരു ജൂബിലിക്ക് വേണ്ടി സാർ തന്നെ വിലപ്പെട്ട സമയം മോർണിംഗ് സെഷൻ കൊണ്ട് അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ ആ ഒരു ധൈര്യം, നമ്മുടെ ഒരു പ്രസൻസ് അദ്ദേഹത്തിന് പറഞ്ഞ ധൈര്യമാണ്. അദ്ദേഹത്തിന് ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയാൻ. അതുകൊണ്ട് സാറിൻ്റെ ഒരു വാക്ക് കേൾക്കാതെ നമുക്ക് ജൂബിലി ആഘോഷമില്ല. സാറിൻ്റെ സ്നേഹവാക്കുകൾക്കായിട്ട് നമുക്ക് അത് നോക്കാം. നമുക്ക് നിറഞ്ഞ കൈയോടുകൂടി പ്രിയപ്പെട്ട വിസിറ്റ് സാറിനെ നമുക്ക് സ്നേഹവാക്കുകൾക്കായി സ്വാഗതം ചെയ്യാം. അഭിമന്യ അധ്യക്ഷൻ തിരുമേനി, ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലിരിക്കുന്ന ജനപ്രതിനിധിയുടെ പ്രിയ സഹോദരങ്ങളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിനീതമായ നമസ്കാരം. 83 വയസ്സ് കഴിഞ്ഞ എന്നെ ഒരു ചെറുപ്പക്കാരനായിട്ട് കണക്കാക്കി അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി ഈ സ്കൂളിൻ്റെ രക്ഷാധികാരി ആകണമെന്ന് എന്നോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർപ്പ് പറഞ്ഞെങ്കിലും എനിക്ക് പിന്മാറാൻ കഴിഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ സത്യത്തിൽ ഞാൻ വൈകി നിൽക്കുകയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഏതായാലും OSAയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രാദേശിക സഭയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട അനേകം വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വിശാലമായൊരു ജൂബിലി കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റിയിൽ പോയി എന്ത് പറയണമെന്നുള്ളതിനെ പറ്റി ഞാൻ ദിവസങ്ങളോളം മുട്ടിപ്പായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ മനസ്സിൽ ചില ഐഡിയ ഒക്കെ തന്നു. അത് ഞാൻ എഴുതി കൊണ്ടുവന്ന് കമ്മിറ്റിയിൽ വായിച്ചു. യാതൊരു എതിർപ്പും കൂടാതെ ആളുകൾ അത് അംഗീകരിച്ചു. പണത്തിൻ്റെ ലഭ്യത അനുസരിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ഇത്രയൊക്കെ ആക്കുവാൻ ദൈവം സഹായിച്ചു. എന്നെ സഹായിക്കുകയും എനിക്ക് കൈതാങ്ങൾ തന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല എന്ന് ബൈബിൾ പറയുന്നു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ സ്വന്തം കാര്യങ്ങൾ ദൈവത്തിനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ സ്കൂളിൻ്റെ കാര്യത്തെ പറ്റി പറയുവാൻ എനിക്ക് ദൈവം തോന്നിച്ചു. ദൈവം തന്ന ആ അരുളപ്പാട് എന്ന് വേണം പറയാം. അങ്ങനെ അനേക കാര്യങ്ങൾ ആലോചിച്ചു. അതൊക്കെ നടത്തുവാൻ കമ്മിറ്റിക്കാരുടെ സഹായം, നാട്ടുകാരുടെ സഹായം, പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം, പൂർവ്വ അധ്യാപകരുടെ സഹായം എന്നുവേണ്ട നമ്മുടെ നാട്ടിലെ സകല മനുഷ്യരെയും സഹായിക്കുകയും
പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം പല സോഴ്സുകളിൽ നിന്നായി ഈ ജൂബിലിയോടനുബന്ധിച്ച് ഏതാണ്ട് 40 ലക്ഷം രൂപയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്നോവേഷൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു. നമ്മളിപ്പോൾ കാണുന്ന ഈ പരുവത്തിലാക്കി തീർക്കുവാൻ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ എന്നോട് സഹകരിച്ച് പ്രവർത്തന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സഹകരണത്തിന് കഴിയുമെന്ന്. എനിക്ക് ബലഹീനതയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ടെങ്കിലും ഇത്രത്തോളം നടക്കുവാനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുവാനും ചെറിയ തോതിലെങ്കിലും നേതൃത്വം കൊടുക്കുവാനൊക്കെ ദൈവം സഹായത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറയും. എന്നോട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറയും. എൻ്റെ ക്ഷീണാവസ്ഥയിൽ എന്നോട് കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നടന്നു. എൻ്റെ ക്ഷീണാവസ്ഥ തൽക്കാലം ഞാൻ പോയിക്കൊള്ളിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. സ്നേഹമായപ്പോഴുകൂടെ സഹകരിച്ച എല്ലാ ആളുകൾക്കും വീണ്ടും നന്ദി പറയുകയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ആശീർവാദം നമുക്ക് എപ്പോഴും ഉണ്ട്. 50ാം വാർഷികത്തിൽ ഏറെ കരുത്തോടെ നിന്ന് അതേ ശക്തിയോടുകൂടി ഈ ജൂബിലി ഇത്ര നിറച്ചാർത്തണയിക്കുവാൻ, മീനിങ് ഫുൾ ആക്കുവാൻ, റിയലിസ്റ്റിക് ആക്കുവാൻ സാറിൻ്റെ മികച്ച പ്ലാനിങ്, നിരവധി കർമ്മ പദ്ധതികൾ അദ്ദേഹം രാത്രി ഉറക്കമടച്ച് എഴുതി തയ്യാറാക്കി, മികച്ച ആസൂത്രണം. അതോടൊപ്പം തന്നെ അനേക ആളുകളെ നേരിട്ട് അദ്ദേഹം ഫോണിൽ വിളിച്ച് പൂർവ്വ വിദ്യാർത്ഥികളിലൊക്കെ അടുത്ത രീതിയിൽ ഫണ്ട് സ്വരൂപിച്ചത്. സാറിന് പകരം നമുക്ക് ഈ ഒരു ജൂബിലിക്ക് ഓർക്കാനായിട്ട് ഐക്കൺ ഇല്ല. സാറിന്റെ സ്നേഹാശീർവാദങ്ങൾക്ക് കാതോർത്തുകൊണ്ട് 1000 നന്ദി സാർ. നമുക്ക് നല്ലൊരു കൈയടിച്ച് സാറിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ കോർഡിനേഷന് നന്ദി പറയാം. താങ്ക് യു സർ. ഏറെ കരിഷ്ഠമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അനുരാഗ് പണിക്കർ സാർ നമുക്ക് ആശംസ അർപ്പിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ ഫ്രാൻസിസ് തിരുമേനി, ഇവിടുന്ന് അനുഗ്രഹ പ്രഭാഷണം നൽകി കടന്നുപോയ ഡോക്ടർ KG ഡാനിയൽ തിരുമേനി, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട നമ്മുടെ MLA മാണി സി കാപ്പൻ അവറുകൾ, ബഹുമാനപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് അവറുകൾ, ഏറ്റവും ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാന PC മാത്യുക്കുട്ടി അച്ഛന്, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് കാരാമിൽ അച്ഛന്, ബഹുമാനപ്പെട്ട SNDPയുടെ ശാഖാ പ്രസിഡന്റ് PS ഷാജി അവറുകൾ, ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറും പ്രിയ സുഹൃത്തുമായ ലിറ്റോ ജോസ് അവറുകൾ, വാർഡ് മെമ്പർ ഡെൻസി ബിജു അവറുകൾ, OSAയുടെ പ്രസിഡന്റ് സന്ധിച്ചേട്ടന് അടക്കം OSAയുടെ പ്രതിനിധികൾ, കടന്നുപോയ ഏറ്റവും ബഹുമാനപ്പെട്ട ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം ലീഡർഷിപ്പ് നടത്തിയ ബേബി സാറ് അടക്കം വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകരെ, മുൻ അധ്യാപകരെ, മറ്റ് വിദ്യാർത്ഥികളെ, ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൗസനച്ചനടക്കം ഉള്ള വൈദികര്, ലൗസനച്ചന് സ്നേഹമുള്ളവരെ, വളരെ ഏറെ സന്തോഷമുണ്ട്. ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷം ഒരു വർഷം മുമ്പ് ഇതേ സ്റ്റേജിൽ ഞങ്ങളെ ഇന്ന് കൂടി ആലോചിക്കുമ്പോഴാണ് ബേബിസാർ ചോദിക്കുന്നത്, നമ്മളെ ഇത്ര ഇങ്ങനെ ഒരു വർഷം കൂടെ ഉണ്ട്, നമുക്കൊന്ന് ആലോചിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ലവസനത്തിനൊക്കെ ഇരിക്കുന്ന മീറ്റിങ്ങിൽ അപ്പോൾ അതിൽ ഇത്രമാത്രം ഭംഗിയാകും എന്ന് കരുതിയില്ല. എല്ലാവരും നല്ല രീതിയിൽ അതിന് സഹകരിച്ചു. വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ MBCMS ഹൈസ്കൂള് പഴയ ആ പ്രൗഢി തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ഇവിടെ ഈ സ്ഥാപനം നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ ഗ്രാമവാസികൾ മാത്രമല്ല, സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തിലുള്ള ആളുകളുമൊക്കെ മുതിർന്ന ആളുകളോട് ചോദിക്കുമ്പോൾ പലപ്പോഴും സംസ്ഥാനത്തിൽ അവരൊക്കെ കുറുമണിയിലുള്ളവരോ കൊടുമ്പിടിയിലുള്ളവരോ കയ്യൂരുള്ള കുറവ് നികത്തിക്കൊണ്ട് ഒരു സ്റ്റാറിന്റെ ലുക്കിലാണ് നമ്മുടെ ഡെൻസി ബിജു മാം ഇവിടെ എത്തിയിരിക്കുന്നത്. ആശംസാ വാക്കുകൾക്കായി ഡെൻസി മാമിനെ ക്ഷണിക്കുന്നു.
പ്ലാറ്റിനം ജൂബിലിയുടെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ BS ഫ്രാൻസിസ് തിരുമേനി പാടിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡെൻസി ബിജുറ. ആശംസാവാക്കുകൾക്ക് നന്ദി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ BS ഫ്രാൻസിസ് തിരുമേനി, പ്രിയപ്പെട്ട മാത്യു പി അച്ഛൻ, ജോർജ് മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട ലോസൻ അച്ഛൻ, വേദിയിൽ സംസാരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സമയം വളരെ വൈകിയിരിക്കുന്നു എന്നറിയാം. ഒരു സ്കൂള് വളരണമെങ്കിൽ ഒരു നാടൊന്നിച്ചാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ MDC ഹൈ സ്കൂൾ. അതിന് നേതൃത്വം നൽകാൻ അമ്പഴശ്ശേരി ദേവിസ്വാമിയെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നടക്കും. അതിനോടൊപ്പം തന്നെ തോളോട് തോള് നിൽക്കുവാൻ ടീച്ചേഴ്സും അതുപോലെ അനധ്യാപകരായിട്ടുള്ള ആൾക്കാർ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, പൊതുജനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഇതുപോലെ മറ്റു സ്കൂളുകൾക്കും നമുക്ക് വളരാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ദീർഘിക്കുന്നില്ല. 75 വർഷം തികയുന്ന ഈ കാലയളവിൽ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ വിജയങ്ങളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ സ്കൂളിനെ സ്കൂളായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ശ്രീ വർഗീസ് ജോർജ് സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി SNDP മേലുകാമറ്റം പ്രസിഡന്റ് ആയിരിക്കുന്നതായിട്ടുള്ള ശ്രീ PS ഷാജി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MDC ഹൈ സ്കൂൾ ഇരുമാപ്പറമ്പ് സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ വൈകിയ വേളയിൽ ഒരു വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എങ്കിലും നമ്മുടെ യോഗം പ്ലാറ്റിനം ജൂബിലി ആഘോഷ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഫ്രാൻസിസ് തിരുമേനി, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, 1949 കാലഘട്ടത്തിൽ നമുക്കറിയാം വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള എല്ലാ തരത്തിലും വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ. ആ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്കൂൾ തുടങ്ങാൻ മനസ്സ് കാണിച്ച, അതിന് നേതൃത്വം നൽകിയ ആ പുണ്യാത്മാക്കളെ സത്യത്തിൽ നമ്മളിപ്പോൾ മനസ്സുകൊണ്ട് ആദരിക്കേണ്ടതാണ്. തീർച്ചയായും അവരുടെ ആ ഒരു നല്ല ബുദ്ധിയാണ് ഇന്ന് നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 5ാം ക്ലാസ്സിന് ശേഷം പഠിത്തം നിർത്തുന്നവരാണ് ഒരു നല്ല ശതമാനം ആൾക്കാർ. അതിനുശേഷം 7ാം ക്ലാസ് വരെ കഴിഞ്ഞാൽ അടുത്ത സ്കൂളിലായിരുന്നു പറഞ്ഞ് അടുത്ത വിഭാഗക്കാർ പഠനം നിർത്തിപ്പോകും. പക്ഷേ നമ്മുടെ മേൽക്കാലമുള്ളവർക്ക് ഏറ്റവും വലിയൊരു മെച്ചമുണ്ടായിരുന്നു, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ മേൽക്കാവും പരിസരത്തുണ്ടായിരുന്നു. സത്യത്തിൽ കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് അതോടൊപ്പം തന്നെ തുടർന്ന് പഠിക്കാനുള്ള മറ്റു സൗകര്യങ്ങളുണ്ടായിരുന്നു. 10ാം ക്ലാസ് എന്ന ഒരു ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രമേ മറ്റു വിദ്യാഭ്യാസത്തിന് നമുക്ക് പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. 10 വരെ സുദീർഘമായിട്ട് പഠിക്കാനും നന്നായിട്ട് പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതിനേക്കാളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ 1949 കാലഘട്ടങ്ങളിൽ കൃഷിയിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. കൃഷിക്ക് അപ്പുറത്തേക്ക് വിദ്യാഭ്യാസം എന്നൊരു മേഖല ഉണ്ടെന്നും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നാൽ മാത്രമേ ഒരു ജനസമൂഹത്തിൽ ലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ, ജീവിത വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മനസ്സിലാക്കിയ ആ പ്രബുദ്ധരായ നമ്മുടെ പൂർവികരെ നമ്മുടെ മനസ്സ് ആദരിക്കേണ്ടതാണ്, അല്ലേ? അവരുടെ ആഗ്രഹത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വേദികളിലൊക്കെ എത്തിയത്, ഈ സ്ഥലങ്ങളിൽ ഈ അവസ്ഥകളിലൊക്കെ എത്തിയത്. അതുപോലെ തന്നെ മേഖല നമുക്കറിയാം, ഈ ഒരു വിദ്യാഭ്യാസ സാമൂഹിക രീതിയിൽ ഉണ്ടായതുകൊണ്ട് പഠിച്ച് ജോലിയിലെത്തിയ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ അവരിൽ പലർക്കും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഒരു നിയമം പോലെ നമുക്കറിയാം, ഇങ്ങനെയുള്ള സമസ്യകളിലൊക്കെ നമുക്ക് പലർക്കും പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹങ്ങളാണ്. പക്ഷേ ഒരു നിയോഗമുള്ളവർ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കുള്ളൂ. എത്രമാത്രം ആൾക്കാർ നമുക്കുണ്ട്, പല വേദികളിൽ പല പോസ്റ്റുകളിൽ പല സ്ഥാനങ്ങളിൽ ഇരുന്ന പല ആൾക്കാരുണ്ടെങ്കിലും ഈ സദസ്സിൽ വന്നിരിക്കാൻ പോലും നിയോഗിക്കപ്പെട്ട നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ഈ സദസ്സിലിരിക്കാനും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ അധികം നേരിടുന്നത് നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂളിൽ LDCMS ഹൈസ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിക്ക് ആദ്യമായി ഞാൻ നേരുകയാണ്. എനിക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും CSI സഭയുടെ
ഗവൺമെൻറ്റുള്ള ഹെൻറി ബെക്കർ കോളേജിൽ പ്രീ ഡിഗ്രിയും പഠിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട വിവേകിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ നാടിൻ്റെ നിലവുകുറിയായ ഈ MDCMS ഹൈസ്കൂളിനെ ഒരു +2 സ്കൂളായിട്ട് വളർത്തുന്നതിന് വേണ്ട പരിശ്രമം നടത്തണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് +1 +2 വിദ്യാഭ്യാസ മേഖല, അതായത് നമുക്കിപ്പോൾ +1 +2 പഠിക്കണമെങ്കിൽ നമ്മുടെ മ്യൂലിക്കാവ് സ്കൂളുണ്ട്, പിന്നെ പോകേണ്ടത് മൂന്നലമാണ്, പിന്നെ കടനാട്. ഇവിടെ അടുത്തുള്ള സ്കൂളുകൾ അതാണ്. നമുക്ക് യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ആ സ്കൂളുകളിലേക്ക് എത്തിച്ചാൽ ഇത് നമ്മുടെ മെയിൻ ഹൈവേ. ഏറ്റവും ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായ ശ്രീ ബിജു ജോസ് സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസാ വാക്കുകളുണ്ടായി ക്ഷണിക്കുന്നു. VS ഫ്രാൻസിസ് തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്തി കടന്നുപോയ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ദാനിയൽ തിരുമേനി, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, മറ്റ് അച്ഛന്മാരെ, ജനപ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നെല്ലിക്കാവ് മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും ഈ MDCMS ഹൈസ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിക്ക് ആദ്യമായി ഞാൻ നേരുകയാണ്. എനിക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും CSI സഭയുടെ ഗവൺമെൻറ്റുള്ള ഹെൻറി ബെക്കർ കോളേജിൽ പ്രീ ഡിഗ്രിയും പഠിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട തിരുമേനിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ നാടിൻ്റെ നിലവുക്കുറിയായ ഈ MDCMS ഹൈസ്കൂളിനെ ഒരു +2 സ്കൂളായിട്ട് വളർത്തുന്നതിന് വേണ്ട പരിശ്രമം നടത്തണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് +1 +2 വിദ്യാഭ്യാസ മേഖല, അതായത് നമുക്കിപ്പോൾ +1 +2 പഠിക്കണമെങ്കിൽ നമ്മുടെ മ്യൂലിക്കാവ് സ്കൂളുണ്ട്, പിന്നെ പോകേണ്ടത് മൂന്നലമാണ്, പിന്നെ കടനാട്. ഇവിടെ അടുത്തുള്ള സ്കൂളുകൾ അതാണ്. നമുക്ക് യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ആ സ്കൂളുകളിലേക്ക് എത്തിച്ചാൽ ഇത് നമ്മുടെ മെയിൻ ഹൈവേയിൽ ഇരിക്കുന്ന ഈ സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, കോഴിപ്പാട് പാടാണ്. അപ്പോൾ ഈ സ്കൂളിനെ +1 +2 സ്കൂളായിട്ട് വളർത്തുവാൻ ബഹുമാനപ്പെട്ട തിരുമേനിയും ജനപ്രതിനിധികളും ഒന്ന് പരമാവധി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു വർഷക്കാലം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടുത്തെ ചാർജുള്ള അച്ഛന്മാരും അഭൂതമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഇത്രയും നല്ല മനോഹരമായ ഹോള് സംവിധാനങ്ങളെല്ലാം ഒരുക്കാൻ കഴിഞ്ഞത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും മർച്ചന്റ് അസോസിയേഷൻ്റെ പേരിൽ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രാർത്ഥനയോടെ നിർത്തുന്നു. നാടിന്റെ പുരോഗതിക്ക് എന്ന വ്യാപാര സമൂഹം ഒരു നിമിത്തമാണ്. നമുക്കറിയാം, ബേക്കറുടെ ഈ സഭ നമ്മളോടൊപ്പം ഈ സ്കൂളിന്റെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തെ ഇത്ര മനോഹരമാക്കുവാൻ, ഇത്ര കളർഫുള്ളാക്കുവാൻ ഏറ്റവും അക്ഷീണം പ്രയത്നിച്ച ബേക്കറുടെ സഭയോടുള്ള കടപ്പാട് ഞങ്ങൾ സ്കൂളിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ചർച്ചിനെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് ചാക്കോ സാർ ആശംസാവാക്കുകൾ അർപ്പിക്കുന്നു.
ഏറ്റവും ബഹുമാനപ്പെട്ട ആദരനായ അധ്യക്ഷൻ ബിഷപ്പ് ഫ്രാൻസിസ് തിരുമേനി, വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാരെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. പ്രൗഢമായൊരു വേദി, നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സ്. ഞാൻ ഇതിൻ്റെ കമ്മിറ്റികളിൽ ഉണ്ടായിരുന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പ്രോഗ്രാം നടക്കുക എന്ന്. പക്ഷെ ഇത്ര പ്രൗഢമായിട്ട്, മനോഹരമായിട്ട്, ഇത്ര ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഈ വേദിയിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. അക്ഷരങ്ങളെ വാർത്തെടുക്കുന്ന പണിശാലയാണ് വിദ്യാലയം. വാക്കുകളെ രൂപപ്പെടുത്തുന്ന കലാശാലയാണ് വിദ്യാലയം. അതിൻ്റെ വില എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ മൂല്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറുമ്പോൾ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും വിദ്യാഭ്യാസത്തിനും ഉണ്ടാകുന്ന മൂല്യത്തിൻ്റെ വിലയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അധ്യാപകൻ, എൻ്റെ ഗുരുബോധന്മാർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാളാലെ ഉണങ്ങായിക, അതിനേക്കാൾ മുറിച്ചുള്ളതാണ് വാക്ക്. വാക്കിനെ സ്നേഹിക്കുക പറഞ്ഞു തന്നു ഗുരു. നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ചവിട്ടുപടികൾ കാണിച്ചു തരുന്നത് അധ്യാപകരാണ്, ഈ വിദ്യാലയമാണ്, ഈ അങ്കണമാണ്, അക്ഷരമുറ്റമാണ്. ഇതിനെ ഈ രീതിയിൽ മനോഹരമായിട്ട് ആക്കി തീർക്കാൻ ഈ ഒരു സമാപന ചടങ്ങിന് അതിൻ്റെതായ മൂല്യത്തോടു കൂടി തന്നെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയനകം വ്യക്തിത്വങ്ങളുണ്ട്. ഒരു OSA കമ്മിറ്റിയുണ്ട്, മറ്റേ ചർച്ച് കമ്മിറ്റികളുണ്ട്. അവരെല്ലാവരും എൻ്റെ സ്നേഹമായുള്ള നന്ദിയും ആശംസകളും അറിയിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുമേ, അധ്വാനിച്ച എല്ലാ വ്യക്തിത്വങ്ങളുമേ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും അറിയിക്കുന്നു, നന്ദിയും ആശംസകളും അറിയിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ഇനി ഇതൊരു സമാപന ജൂബിലിയുടെ സമാപന ചടങ്ങായിട്ട് നമ്മൾ സമാപിപ്പിക്കുന്നു എങ്കിലും തുടർന്ന് ഇതിൻ്റെ ഒരു സമാപനമാകുന്നില്ല. വിദ്യാഭ്യാസം എപ്പോഴും മുന്നോട്ട് കൊണ്ടിരിക്കുന്നു. നമ്മുടെ സൗഹൃദങ്ങൾ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയാവണം, വിദ്യാഭ്യാസത്തിൻ്റെ വേദിയാവണം, സംസ്കാരത്തിൻ്റെ വേദിയാവണം. ഈ പ്രൗഢമായ എല്ലാ സാഹചര്യങ്ങളും അതിനായി നമ്മൾ വിനിയോഗിക്കണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വൈദ്യശ്രേഷ്ഠർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസം ഇവിടെ മുന്നേറുമ്പോൾ വാക്കുകളെ ചേർത്ത് വെച്ച് സ്നേഹത്താൽ ബന്ധിക്കണം. സ്നേഹത്തിൻ്റെ വില അറിയുമോ? വാക്കുകളുടെ വില അറിയുമോ? ഈ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതുണ്ടായത്. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നു, ഓംകാര മന്ത്രത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുന്ന ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഓരോ അക്ഷരങ്ങളും കൊത്തിയെടുത്ത് ജീവിതത്തിലേക്ക് മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അയച്ച മാതാപിതാക്കളോടുള്ള ആശംസകളും അറിയിക്കുന്നു. എല്ലാം നേർവഴിയിരിക്കട്ടെ. സർവശക്തനായ ഈശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോസഫ് ചാക്കോ സാറിനോട് നന്ദി അർപ്പിക്കുന്നു. രണ്ടുപേരെ ആദരിക്കുന്നുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട ജോണി മൈനാക്കൽ സാർ കൂടുതൽ അംഗങ്ങളെ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെയും നല്ല നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പോൾ ജോണി മൈനാക്കൽ സാറിനെ ആദരിക്കുന്നു. അതുപോലെ തന്നെ ഏജന്റ് വേദി ത്രിഭാഷ ആദരിക്കുന്നു. അനിൽ പൊട്ടമണ്ടയ്ക്ക് പ്ലീസ്. ബഹുമാനപ്പെട്ട അനിലേട്ടനെയും അതുപോലെ തന്നെ ജോണി മൈനാക്കൽ സാറിനെ ആദരിക്കാനായി അപേക്ഷിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതായിട്ടുള്ള, ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അല്ലേതിനെയും ജോണി മൈനാക്കൽ സാറിനെ ഇപ്പോൾ ആദരിക്കുന്നു. ഇതേ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ആരോഗ്യവും നൽകട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു തിരുമേനി.
സാമിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം ഈ സ്കൂളിന്റെ PTA, MPTA വളരെ ശക്തമായ ഒരു നേതൃത്വമാണ്. എപ്പോൾ വിളിച്ചാലും ഒരു കയ്യെത്തും ദൂരത്ത് എത്ര തിരക്കുകളുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് സ്കൂളിനായിട്ട് കടന്നു വരികയും മിക്കവാറും എല്ലാ ദിവസവും തന്നെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ശ്രീ ജേക്കബ് സാമിന്റെ നേതൃത്വം തീർച്ചയായിട്ടും എല്ലാ PTA മെമ്പേഴ്സിനും അതൊരു ഊർജം പകരുന്നതാണ് തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സമർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഞങ്ങളുടെ ബ്ലോക്ക് വാർഡ് തലത്തിലുള്ള ജനപ്രതിനിധികളെ, അതുപോലെ CMS കോർപ്പറേറ്റ് മാനേജർ ജെസി മാഡം, അതുപോലെ മർച്ചന്റ് അസോസിയേഷൻ മത സാമുദായിക സഹകരണ പ്രതിനിധികളെ, ഒരു ജൂബിലി സമ്മേളനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കടന്നുവരവും പൂർവ്വ അധ്യാപകരുടെ കടന്നുവരവുമാണ്. ആ സംഗമത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രഥമ അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നന്ദി എങ്ങനെ ചുരുക്കണമെന്ന് അഭ്യസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുപോയ ഒരു കലാലയമാണ്, ഒരു മതേതര കലാലയമാണ് MDCMS ഹൈസ്കൂൾ. അതിലെ ഒരാളുടെ വ്യക്തിത്വ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 8, 9, 10 ക്ലാസ്സുകൾ കൂടിയിരുന്ന വിദ്യാർത്ഥികളുമാണ് പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാവരും. ഇതിന്റെ 75ാമത് ജൂബിലി ആഘോഷിക്കുവാൻ, അതിന്റെ സമാപന സമ്മേളനത്തിൽ കടന്നു വരുവാൻ, അത് വിജയപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. പ്രായോഗികമായ എല്ലാ നിർദ്ദേശങ്ങളും, സ്കൂളിൻ്റെ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രിയ മാനേജരും ഞങ്ങളുടെ തിരുമേനിയുമായ VS ഫ്രാൻസിസ് തിരുമേനിയെ സമീപിക്കുമ്പോൾ വളരെ ദൈവിക സ്നേഹത്തോടുകൂടി ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അഭിനന്ദ തിരുമേനിക്ക് ഈ ജൂബിലി കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കും. തന്റെ സാന്നിധ്യം കൊണ്ടും വളരെ ലളിതമായ സന്ദേശം കൊണ്ടും നമ്മുടെ ഈ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാനസി കാപ്പനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ തിരക്കുകൾക്കിടയിലും സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം ഡൽഹിയിൽ നിന്ന് വളരെയധികം നേരത്തെ എത്തിച്ചേർന്ന് നമ്മളൊപ്പം സന്തോഷം പങ്കിടുവാൻ കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MPയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. നമ്മുടെ കലാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ ആത്മീയ രംഗത്തിലേക്ക് കടന്നു വന്ന ഉന്നത നില കൈവരിച്ച വ്യക്തിത്വങ്ങളാണ് കാലം ചെയ്ത ശ്യാമൽ തിരുമേനിയും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ PTA, MPTA അംഗങ്ങളെയും സദസ്സിനുള്ളിലേക്ക് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. കരുത്തുള്ള PTA മെമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ലൈനായിട്ട് വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന PTA നമുക്ക് ഉള്ളത്. MPTA പ്രസിഡന്റ് ശ്രീമതി സോഫിയ ജെയ്സന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു PTA ആണുള്ളത്. കുറച്ചുകൂടെ മെമ്പേഴ്സ് ഉണ്ട്, എല്ലാവരും ഓരോ തരത്തിലാണ്. അവരുടെ അധ്വാനമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിന്റെ റിസൾട്ട് PTA പ്രസിഡന്റ് ഇല്ലാതെ എന്ത് PTA? ഇപ്പോൾ PTA പ്രസിഡന്റ് ശ്രീ ജഗു സാം സർ. സ്കൂളിന് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും
ഓക്കെ, താങ്ക് യു. പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും വേണ്ടി നിൽക്കുക. അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്നും അറിവുന്ന പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിച്ച ദൈവമേ, നിത്യമാ പ്രകാശമേ, അങ്ങിനിയും ഞങ്ങളെ നയിക്കണമേ. 75 തലമുറകളെ അവിടുന്ന് നയിച്ചു വന്നു. ജാതി മതഭേദമെന്നെ ഒരു പറ്റം ജനത ഈ കലാലയം ഇവിടെ ഉയരുവാൻ തക്കവണ്ണം ദീർഘവീക്ഷണമുള്ളവരായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയല്ലോ. അവരുടെ പ്രയത്നം, കണ്ണുനീർ എല്ലാം ഞങ്ങൾ ഓർക്കും. അവരുടെ ദീർഘവീക്ഷണം ഞങ്ങൾക്ക് കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ പിടിക്കുവാൻ കൃപ തരണമേ. 75 വർഷങ്ങളായി ഈ കലാലയത്തിൽ സേവനം ചെയ്ത പ്രധാന അധ്യാപകർ, അനധ്യാപകർ, ലോക്കൽ മാനേജർമാർ, കോർപ്പറേറ്റ് മാനേജർമാർ, ഞങ്ങളുടെ മഹായിടവക നേതൃത്വം, അവരെ ഓർത്ത് സ്തോത്രം. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന 9,000-ഓളം വരുന്ന വിദ്യാർത്ഥിനികളെയും സേവനങ്ങളെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കും. പ്ലാറ്റിനം ജൂബിലിയുടെ 2 വർഷത്തോളമായി നീണ്ടുനിന്ന ആലോചനകൾക്ക് നേതൃത്വം വഹിച്ച OSA കമ്മിറ്റിക്കായി, പ്രാദേശിക സഭയ്ക്കായി, നേതൃത്വത്തിനൊക്കെയായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ ജൂബിലി ഇതിന് പിന്നിൽ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പൂർവികരുടെ പ്രാർത്ഥന ഞങ്ങൾ തിരുമുമ്പാകെ വെക്കുന്നു. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, മർത്യതയിൽ നിന്നും അമർത്യതയിലേക്കും ഇനിയും ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറകളെയും ഈ കലാലയത്തിലൂടെ അവിടുന്ന് വഴി നീക്കണമേ. പ്രിയപിതാവേ, പുത്രനിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവായ ശംശാടിക്കവയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായി നാം ഏവരോടും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ, ഈ സ്കൂളിൻ്റെ തുടർന്നുള്ള കാലങ്ങൾക്ക് എല്ലാവിധമായ പ്രവർത്തനങ്ങളോടുകൂടി ഇന്ന് വന്നേക്കുമാറാകട്ടെ. ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്ത് വിദ്യോത്സവം കൊടിയേറുന്ന സുവർണ നിരീക്ഷണത്തിനാണ് നാം കാഴ്ച സാക്ഷ്യം വഹിച്ചത്.